നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. രാജ്യത്ത് മോദി തരംഗമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെ അടപടലം കള്ളമെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് ഇന്ത്യ സഖ്യം. 295 സീറ്റോടെ ഇന്ത്യ അധികാരത്തിലെത്തുമെന്നാണ് രാഹുലിന്റെയും ടീമിന്റെയും എക്സിറ്റ് പോൾ. കേരളത്തിൽ UDFന്റെ വൻ വിജയമെന്ന എക്സിറ്റ് പോൾ ഫലത്തേക്കാൾ ചർച്ചയാകുന്നത് BJP അക്കൗണ്ട് തുറക്കുന്നതിനെ കുറിച്ചാണ്. താമര കേരളത്തിൽ വിരിയില്ലെന്ന് ഒരേ സ്വരത്തിൽ LDFും UDFും. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? വോട്ടെണ്ണലിന് 1.5 ദിവസത്തെ കാത്തിരിപ്പ് മാത്രം അവശേഷിക്കെ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ്. മോദി തരംഗത്തിന്റെ പ്രതിഫലനം കേരളം വരെ എത്തുമോ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് വക്താവ് ശ്രീ നിജേഷ് അരവിന്ദ്, BJP വക്താവ് ശ്രീ PR ശിവശങ്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ മോഹൻ വർഗീസ് എന്നിവരാണ്. CPMനെ പ്രതിനിധീകരിച്ച് T ശിവദാസൻ MP ആണ് ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ടിയിരുന്നത്. പക്ഷേ അവസാന നിമിഷം അദ്ദേഹം പിന്മാറുകയായിരുന്നു. കാരണം എന്തെന്നറിയില്ല. ശ്രീ മോഹൻ വർഗീസ്, മോദി തരംഗം രാജ്യത്ത്, കേരളത്തിൽ UDF തരംഗം, ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളാണല്ലോ ഇന്ന് നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമോ എന്നുള്ള ചർച്ചയാണ് UDF കേരളത്തിൽ മേൽക്കൈ നേടും എന്നതിനേക്കാൾ ഉയർന്നു കേൾക്കുന്നത്. കാരണം അവിടെ UDFും LDFും ഒരേ സ്വരത്തിൽ പറയുകയാണ് BJP അക്കൗണ്ട് തുറക്കുകയില്ല എന്ന്. എന്തുകൊണ്ട് ആ രീതിയിലേക്ക് ചർച്ച വഴിമാകുന്നു കേരളത്തിൽ? തരംഗമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പായി പൊതുവെ അവസാന ഘട്ടത്തിൽ കരുതപ്പെട്ട ഈ തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോളുകൾ വന്നപ്പോൾ തരംഗമുണ്ട് എന്നതാണ് പൊതുവെ ഇപ്പോൾ കരുതുന്നത്. എക്സിറ്റ് പോളിൻ്റെ റിസൾട്ട് അങ്ങനെയാണ്. എന്നാൽ ഇന്ത്യ മുന്നണി ഇപ്പോൾ പറയുന്നു അങ്ങനല്ല, യാതൊരു തരംഗവുമില്ല. ഇന്ത്യ മുന്നണിക്ക് 295 സീറ്റ് ലഭിക്കുമെന്ന് രാഹുൽ ഗാന്ധി ആൻഡ് ടീം പറയുകയാണ്. ഇവിടെ എന്താണ് സത്യം? എക്സിറ്റ് പോളുകൾ വളരെ ശാസ്ത്രീയമായ അടിത്തറയുള്ള സംവിധാനങ്ങളാണ്. എക്സിറ്റ് പോളിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് ചരിത്രപരമായി നോക്കുമ്പോൾ 80% ആണ് എക്സിറ്റ് പോളിൻ്റെ സക്സസ്. ഒപ്പീനിയൻ പോളിൻ്റെ ചരിത്രപരമായ സക്സസ് 74%, എക്സിറ്റ് പോളിൻ്റേത് 80%. ഇത് 1980-കൾ മുതൽ ഒപ്പീനിയൻ പോളുകളും എക്സിറ്റ് പോളുകളും വ്യാപകമായത് മുതലുള്ള കണക്കുകളാണ്. 1268 ഏജൻസികളാണ് ഈ കാലയളവിൽ 1980-നും 2024-നും ഇടയിൽ ഒപ്പീനിയൻ ആൻഡ് എക്സിറ്റ് പോളുകൾ നടത്തിയത്. അതിൽ തന്നെ 600-ൽ പരം ഒപ്പീനിയൻ പോളുകളും 648ഓളം എക്സിറ്റ് പോളുകളുമാണ്. അതിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 80% ആകുമ്പോൾ എക്സിറ്റ് പോളുകളെ പ്രകടമായി അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അവിശ്വസിക്കുന്നത് ഇവരും അത് മുന്നണികളുടെ തന്ത്രമായിട്ട് തന്നെ കണക്കാക്കിയാൽ മതിയല്ലോ. ഇപ്പോൾ ഈ UDF ആണ് ഇക്കാര്യത്തിൽ ഒരു വെട്ടിൽ വീണിരിക്കുന്നത്. ചില UDF നേതാക്കൾ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് കേരളത്തിൽ എക്സിറ്റ് പോളിന് അത് ശരിവെക്കുന്ന രീതിയിൽ. കാരണം 20-ൽ കൂടുതൽ സീറ്റുകൾ UDFന് എന്തായാലും പറയാൻ പറ്റുകയില്ലല്ലോ കേരളത്തിൽ. അതുകൊണ്ട് നാഷണൽ ലെവലിലേക്ക് അവർ പോകും, ഞങ്ങൾ അതിൽ വിശ്വാസം പ്രകടിപ്പിക്കുന്നില്ല എന്ന്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ അവർ ഒറ്റയടിക്ക് BJP ട്രാക്കിലേക്ക് മാറുകയാണ്. BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ പറ്റുകയില്ല, അങ്ങനെ ചില എക്സിറ്റ് പോളുകൾ പറയുന്നുണ്ടല്ലോ, അത് ശരിയല്ല എന്ന രീതിയിൽ. ഈ തന്ത്രം നമുക്ക് അറിയാവുന്നതാണ്. ശ്രീ PR ശിവശങ്കർ, കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നത് LDFും UDFുമാണ്. പക്ഷേ ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും ഇല്ലേ, ഞങ്ങളുടെ എക്സിറ്റ് പോളിലും അങ്ങനെ തന്നെയാണ്, എക്സിറ്റ് പോൾ സർവേയിലും അങ്ങനെ തന്നെയാണ്, BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കും എന്നാണ്. പക്ഷേ ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ഈ അവസാന നിമിഷത്തിൽ കഴിഞ്ഞ തവണയും BJP അക്കൗണ്ട് തുറക്കുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അവസാന നിമിഷം അടിയൊഴുക്കുകൾ ഉണ്ടായി. അത് BJP പോലും ഭയക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു മഞ്ജുഷ്, ഈ തിരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ, വോട്ടിന്റെ പെർസെന്റേജിൽ അത്തരം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ചില സീറ്റുകളെങ്കിലും ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബാധിച്ചേക്കാം. പക്ഷെ ഇത്തവണ എനിക്ക് ശ്രീ മോഹൻ വർഗീസ് പറയുന്ന ഒരു കാര്യത്തിനോട്, തരംഗമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ തരംഗം കാണാൻ കഴിഞ്ഞില്ല ചിലർക്ക്, അല്ലെങ്കിൽ ഈ 400 വോട്ട് അല്ലെങ്കിൽ 400 സീറ്റ് എന്നുള്ള ഒരു നമ്പറിലേക്ക് എത്തില്ല. അത്തരം തരംഗങ്ങൾ ഉണ്ടായിരുന്നു. മോദിക്കും BJP സർക്കാരിനും അനുകൂലമായ തരംഗങ്ങൾ ഉണ്ടായിരുന്നു. അത് കാണുവാൻ ചിലർക്ക് സാധിച്ചില്ല, അല്ലെങ്കിൽ കണ്ടിട്ട് അത് അംഗീകരിച്ചില്ല എന്നുള്ളതായിരിക്കും ശരി. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലും പ്രത്യേകിച്ച് അർബൻ വോട്ടേഴ്സിന്റെ ഭാഗത്തു നിന്ന് വളരെ കാര്യമായിട്ടുള്ള ഒരു പോസിറ്റീവ് മൂവ്മെന്റ് ടുവേർഡ്സ് BJP ആൻഡ് NDA ഉണ്ടായിരുന്നു.
രണ്ട് സ്ത്രീകളുടെ ഭാഗത്ത് അതിപ്പം മോഹൻ തന്നെ അംഗീകരിക്കാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാ എക്സിറ്റ് പോളുകളിലും അതേപോലെ ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായി ഈ കാര്യങ്ങൾ അപഗ്രഥിക്കുന്ന ചാനലുകളും എല്ലാവരും പറയുന്നുണ്ട്, സ്ത്രീ വോട്ടേഴ്സ് വളരെ ശക്തിയായി ബി.ജെ.പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. കഴിഞ്ഞ പല തവണകളിലും അങ്ങനെ ആയിരുന്നില്ല. ബി.ജെ.പിക്ക് സ്ത്രീ വോട്ടേഴ്സിന്റെ ചെറിയ ഒരു ഷോർട്ടേജ് എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഒരുപക്ഷെ സ്ത്രീ വോട്ടേഴ്സിന്റെ ഭാഗത്തുനിന്നായിരിക്കാം കൂടുതൽ വോട്ട് ബി.ജെ.പിക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ, പിന്നെ കേരളത്തിൽ ചില മൈനോറിറ്റി, ഇപ്പൊ ഇന്നലെ ചില ചാനലുകളൊക്കെ പറഞ്ഞിരുന്നു, ഇരുഭാഗത്തു നിന്നും LDF നിന്നും UDF നിന്നും ക്രിസ്ത്യൻ വോട്ടുകൾ, പ്രത്യേകിച്ച് ഒരു അപ്പർ ക്ലാസ് ക്രിസ്ത്യൻ വോട്ടുകൾ, ഒരു എബവ് മിഡിൽ ക്ലാസ് ക്രിസ്ത്യൻ വോട്ടുകൾ വളരെ കാര്യമായിട്ട് ടുവേർഡ്സ് ബി.ജെ.പി വന്നിട്ടുണ്ട്. അത് പലരും പറഞ്ഞിരിക്കുന്നത് 5-6% തൊട്ട് UDF നിന്നും 8-9% LDF നിന്നും ടുവേർഡ്സ് ബി.ജെ.പി അഭൂതപൂർവമായ ഒരു സംഭവം കൂടിയുണ്ട് ശ്രീ PR ശിവശങ്കർ. ഇങ്ങനെ എക്സിറ്റ് പോളുകൾ ഇങ്ങനെ പറയുമ്പോൾ കേരളത്തിൽ LDF-ന് ചിലപ്പോൾ ഒരു സീറ്റും കിട്ടാൻ സാധ്യതയില്ല എന്ന രീതിയിലുള്ള എക്സിറ്റ് പോളുകളുണ്ട്. ആ എക്സിറ്റ് പോളുകൾ പറയുന്നത് ബി.ജെ.പിക്ക് സീറ്റ് കിട്ടുമെന്നാണ്. അപ്പോൾ LDF-ന്റെ ടാലിയിൽ 0-ഉം NDA-യുടെ ടാലിയിൽ 1-2 എന്ന് പോലും വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് തീരെ അങ്ങ് ദഹിക്കുന്നില്ല. അത് LDF-ന് മാത്രമല്ല UDF-ഉം അതിനോട് യോജിക്കുന്നില്ല. അവർ പറയുന്നത് ഇല്ല, അങ്ങനെ സംഭവിക്കുകയില്ല എന്നാണ്. അതിൽ AK ബാലന്റെ വിശദീകരണം, അതിൽ ബാലൻ പറയുന്നത് ഇന്ത്യ സഖ്യം ഏറ്റവും തിളക്കമാർന്ന വിജയം കൈവരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അത് വോട്ടെണ്ണലിന്റെ ആദ്യ നിമിഷങ്ങളിൽ പ്രകടമായിരിക്കും. അതുകൊണ്ട് അവിടെ യാതൊരു കാരണവശാലും ബി.ജെ.പി അക്കൗണ്ട് തുറക്കില്ല എന്നാണ് ബാലന്റെ ആ ഒരു പ്രതികരണം. അത് കേട്ടതിന് ശേഷം മടങ്ങിയെത്താം. AK ബാലൻ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അത് പച്ച നുണയാണ്, യാഥാർത്ഥ്യവുമായി ഒരു പൊരുത്തവുമില്ലാത്തതാണ്. ഞങ്ങളുടെ കടയിൽ നിന്നുള്ള വോട്ടിൻ്റെ ഒരു ഇറോഷനും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നില്ല. കോൺഗ്രസിൻ്റേത് ഉണ്ടാകും എന്നുള്ളത് ഒരാശങ്ക തൃശ്ശൂരിലുണ്ടായിട്ടുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം പത്മജ ബി.ജെ.പിയിലേക്ക് പോയതോടുകൂടി ഒരു വിഭാഗം കോൺഗ്രസ് മുരളിക്കെതിരായിട്ട് രംഗത്ത് വന്നു. ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിക്കും എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചത്. അത് ഏതെങ്കിലും പരിസ്ഥിതിയിൽ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം കോൺഗ്രസിന് തന്നെയായിരിക്കും. പക്ഷേ ബി.ജെ.പിക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ തൃശ്ശൂരിൽ ജയിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ കണക്ക് പ്രകാരം ജയിക്കാനും പോകുന്നില്ല. ഓക്കെ, ശരി. ശ്രീ നിജേഷ് അരവിന്ദ്, ഇവിടെ പരസ്പരം കുറ്റപ്പെടുത്തലുകൾ പോലും നടത്തിക്കഴിഞ്ഞു. ഇതേ രീതിയിൽ തന്നെയാണ്, ഞാൻ ശിവശങ്കറിലേക്ക് വരാം, നിജേഷിലേക്ക് പോയതിനു ശേഷം. നിജേഷ് ഇങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തൽ നടത്തുമ്പോൾ ബാലൻ പറഞ്ഞത് മുരളീധരനുള്ള മറുപടിയാണ്. മുരളീധരനാണ് പറഞ്ഞത് ബി.ജെ.പിക്ക് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് കയറി വരാനുള്ള ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഉത്തരവാദി CPM ആണെന്ന്. അതിന് മുഖ്യമന്ത്രിയെയും അദ്ദേഹം കുറ്റപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ എന്തൊക്കെയോ സംശയിക്കുന്നുണ്ട്. ഈ എക്സിറ്റ് പോൾ വരുന്നതിന് മുൻപേ ചില നേതാക്കൾ പറഞ്ഞ കാര്യം ഇപ്പോൾ എക്സിറ്റ് പോൾ വന്നതിന് ശേഷം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ഈ നേതാക്കൾ. അതാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. ഇന്നത്തെ സിനാറിയോ അതായിരുന്നു. മഞ്ജുഷേ, കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ടാണ്, എക്സിറ്റ് പോളിൽ ജയിക്കാൻ വേണ്ടിയിട്ട് അല്ല. ആ ഒരു പ്രാധാന്യം മാത്രമേ ഞങ്ങൾ ഇന്നത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് കൊടുക്കുന്നുള്ളൂ. അതിനൊരുപാട് കാരണങ്ങളുണ്ടാവാം. ഏതായാലും അതുകൊണ്ട് തന്നെ അതിന്റെ മുകളിൽ വെച്ച് ഊഹക്കച്ചവടം വെച്ച് ഒരു ചർച്ചയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറല്ല. കോൺഗ്രസ് കേരളത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന വിജയത്തിനേക്കാൾ കൂടിയ വിജയം കൈവരിക്കും എന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് എന്ന് മാത്രമല്ല, ബി.ജെ.പിയുടെ വരവിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് എന്ന ഉറച്ച ആത്മവിശ്വാസവും എക്സിറ്റ് പോൾ പറയുന്നുണ്ട്. ശ്രീ നിജേഷ് അരവിന്ദ്, അപ്പോൾ നിങ്ങൾ എക്സിറ്റ് പോളുകളെ പിന്തുണയ്ക്കുകയല്ലേ ചെയ്യേണ്ടത്? നിങ്ങളുടെ തോൽവി ആരും പറഞ്ഞിട്ടില്ല. എക്സിറ്റ് പോൾ അല്ല മഞ്ജുഷേ, എക്സിറ്റ് പോൾ പറയുന്നത് കൊണ്ട് ഞങ്ങൾ ജയിക്കുകയല്ല. ഞങ്ങളും എക്സിറ്റ് പോളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കേരളത്തിനകത്ത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെ നയിക്കാൻ വേണ്ടിയുള്ള വോട്ട് പ്ലസ് കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം പ്ലസ് മോദിക്കെതിരെയുള്ള വികാരം, ഈ 3 വികാരം കൂടി കൂടിച്ചേരുമ്പോഴാണ് കോൺഗ്രസ് ജയിക്കുന്നത്. അതിൽ എക്സിറ്റ് പോളിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എക്സിറ്റ് പോൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് സംഭവിക്കും. അതുകൊണ്ട് എക്സിറ്റ് പോളിനെ വിലക്കെടുക്കുന്നില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം എക്സിറ്റ് പോളുകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമ്മൾക്കറിയാം. മഞ്ജുഷ തന്നെ പറഞ്ഞു, അടിയൊഴുക്കുകൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ഉണ്ടാവുന്ന അടിയൊഴുക്കുകളാണ്. ഇന്ത്യ രാജ്യത്തും ഉടനീളം അടിയൊഴുക്കുകളാണ് തെരഞ്ഞെടുപ്പിൽ നിർണയിച്ചിട്ടുള്ളത്. നമ്മൾ എപ്പോഴെങ്കിലും വിചാരിച്ചോ അങ്ങ് കൽപ്പറ്റയിൽ നോമിനേഷൻ കൊടുക്കാൻ വന്ന രാഹുൽ ഗാന്ധി
ഇവിടെ ഒപ്പമുയർത്തിയ മുസ്ലിം ലീഗിന്റെ പച്ച പതാക അത് ഇന്ത്യ രാജ്യം മുഴുവൻ പാകിസ്ഥാന്റെ പതാകയാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുമെന്ന്, അതായി തെരഞ്ഞെടുപ്പ് വിഷയമാകുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. അതൊരു അടിയൊഴുക്കുണ്ടാക്കാൻ പര്യാപ്തമായ വിഷയമാണ്, അല്ലെങ്കിൽ ആ ഒരു നെറേറ്റീവാണ് എന്ന് തിരിച്ചറിഞ്ഞത് പിന്നീടാണ്. ബാലാക്കോട്ടും പുൽവാമയിലും അക്രമം ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് നമ്മൾ കരുതിയിട്ടില്ല. പക്ഷേ 2019 സ്വാധീനിച്ചത് അതാണ്. 14 അന്ന ഹസാരെയുടെ സമരം അത് ഒരു കാലത്തും ബി ജെ പിക്ക് അനുകൂലമാവും നമ്മൾ വിചാരിച്ചില്ല. ബി ജെ പിക്ക് അനുകൂലമായിട്ടുണ്ട്. അതുകൊണ്ട് 14ലും 19ലും വളരെ വ്യക്തമായ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. 2024 വരുമ്പോൾ ആ തരത്തിൽ ഒരു നാഷണൽ അജണ്ട, ദേശീയ അജണ്ടയിലേക്ക് എത്തിക്കാൻ വേണ്ടി നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടില്ല. നമ്മൾക്കറിയാം മോദിയുടെ ഗ്യാരണ്ടി ഏറ്റവും ആദ്യം പറഞ്ഞതാണ് 400 സീറ്റ്. പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും ഒന്നാം ഘട്ടം കഴിഞ്ഞതിന് ശേഷം മോദിയുടെ ഗ്യാരണ്ടിയെ പറ്റി പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഒന്നാം ഘട്ടം കഴിഞ്ഞതിന് ശേഷം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ സംസാരത്തിൽ വന്ന മാറ്റങ്ങൾ നമ്മളൊക്കെ കണ്ടതാണ്. അദ്ദേഹം എങ്ങോട്ട് ഫോക്കസ് ചെയ്തു, എങ്ങനെ വിഭജനം ഉണ്ടാക്കാൻ ശ്രമിച്ചു, എങ്ങനെ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന 7ാം ഘട്ട പോൾ വരെ. അതിനിടയ്ക്ക് അംബാനിയെയും അദാനിയും കോൺഗ്രസിന് രാഹുൽ ഗാന്ധിക്ക് വണ്ടിയിൽ പണം കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഗാന്ധി സിനിമയ്ക്ക് ശേഷമാണ് ഗാന്ധിജി അറിയപ്പെട്ടതെന്ന് പറഞ്ഞു. എങ്ങോട്ടൊക്കെ ചാടി. കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ പറ്റി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയല്ലേ. അപ്പോൾ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ മനസ്സിലാക്കുന്നത് നാഷണൽ അജണ്ടയേക്കാൾ ഈ തെരഞ്ഞെടുപ്പിൽ വർക്കൗട്ട് ചെയ്തത് സംസ്ഥാനങ്ങളിലെ അജണ്ടയാണ്. അതിൽ തന്നെ ബീഹാറിലെ, യുപിയിലെ, മഹാരാഷ്ട്രയിലെ, കർണാടകയിലെ മാറ്റങ്ങളാണ് ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ പര്യാപ്തമായ മാറ്റങ്ങൾ. അതോടൊപ്പം തന്നെ രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാവുന്ന ചെറിയ മാറ്റങ്ങളും ഹരിയാനയിലുണ്ടായ എൻ ബ്ലോക്ക് ആയ മാറ്റവും, അത് ബംഗാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാറ്റസ് കോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കിട്ടുന്നതുമാണ് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞ കെട്ടിപ്പൊക്കിയ NDA എന്ന സഖ്യം ഇപ്പൊ ഇല്ല. ശിവസേനയായിരുന്നു ഏറ്റവും ശ്രീ നിജേഷ് അരവിന്ദ്, നിങ്ങളുടെ ആത്മവിശ്വാസം അങ്ങനെയാണ്. ശ്രീ മോഹൻ വർഗീസ് 295 സീറ്റുകൾ എന്നാണ്. അതിന്ന് ജയറാം രമേശാണ് ആദ്യം പറഞ്ഞത്. ജയറാം രമേശ് പറയുന്നത് ഇതൊരു സൈക്കോളജിക്കൽ മൂവ് ആണ് എന്നുള്ളതാണ്. ഇന്ത്യ സഖ്യത്തെ തകർക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രിയുടെ ഒരു സൈക്കോളജിക്കൽ ഗെയിം, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതിനൊരു കാരണമുണ്ടല്ലോ. ഇപ്പോൾ ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് ഏജന്റുമാർ പോകുന്നത് പോലെയുള്ള കാര്യങ്ങളിൽ പോലും ഒരു മെന്റൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി അല്ലേ, അതിനുവേണ്ടിയുള്ള ഒരു തന്ത്രമാണ് എന്ന രീതിയിലാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതികരണം. രാഹുൽ അതിന് അടിവരയിട്ട് പറയുകയും ചെയ്തു. 295 ഇത്രയും സീറ്റുകൾ നേടി ഞങ്ങളിതാ അധികാരത്തിൽ വരാൻ പോവുകയാണ് എന്ന്. ഒരു നടക്കാത്ത സ്വപ്നം എന്ന രീതിയിൽ കാണേണ്ടി വരില്ലേ? കാരണം ഒരേ സ്വരത്തിൽ തന്നെ ഇത്രയും എക്സിറ്റ് പോളുകൾ പറയുകയാണ്. ഈ കഴിഞ്ഞ തവണയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വേരിയേഷൻ ഉണ്ടായിരുന്നു. 2014 ഉണ്ടായിരുന്നു. ഈ 2004 വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. അന്ന് ചില എക്സിറ്റ് പോളുകൾ ഫലിച്ചില്ലല്ലോ എന്ന്. പക്ഷേ വളരെ അപൂർവമായി മാത്രമല്ലേ അങ്ങനെ സംഭവിക്കുള്ളൂ. അടുത്ത സമയത്തൊക്കെ സ്ഥിരമായിട്ട് എക്സിറ്റ് പോളുകൾ ശരിയായി വരുന്നുണ്ട്. ശ്രീ മഞ്ജുഷ്, ഇവിടെ 13 എക്സിറ്റ് പോളുകളാണ് പരിഗണനാ വിഷയമായത്. ഈ 13 എക്സിറ്റ് പോളുകളിൽ ദൈനിക് ഭാസ്കറുടെ ഒഴിച്ച് മറ്റേതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും 350-ലധികം സീറ്റുകൾ, 350 മുതൽ 390 വരെ സീറ്റുകൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കൊടുക്കുകയാണ്. എന്നാൽ കോൺഗ്രസ് പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കുമായി 150-ൽ താഴെയാണ്. 130 മുതൽ 150 വരെയുള്ള സീറ്റുകളാണ്, പൊതുവെ 152 വരെയുള്ള സീറ്റുകളാണ് കൊടുക്കുന്നത്. അതിനർത്ഥം കൺസിസ്റ്റന്റായി 12 എക്സിറ്റ് പോളുകളിലും 200-ലധികം സീറ്റുകളുടെ വ്യത്യാസമാണ് ഇന്ത്യ മുന്നണിയും NDA മുന്നണിയും തമ്മിൽ. അപ്പോൾ ഇത് ഇത്ര കൃത്യമായിട്ട് 13 എക്സിറ്റ് പോളുകളെയും ക്രോഡീകരിച്ച് ഏതാണ്ട് സമാനമായ രീതിയിൽ വലിയ വ്യത്യാസങ്ങളില്ല എന്നുള്ളത് അത്ഭുതകരമായ കാര്യം. ശ്രീ മഞ്ജുഷ് പറഞ്ഞത് ശരിയാണ്. കഴിഞ്ഞ എക്സിറ്റ് പോളുകളിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരുന്നു, റേഞ്ച് വ്യത്യാസമുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഏതാണ്ട് ഒരു ടൈറ്റ് റേഞ്ചിൽ തന്നെയാണ് 2 എക്സിറ്റ് പോളുകളും വന്നിരിക്കുന്നത്. അതുകൊണ്ട് എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യതയെക്കുറിച്ച് നമുക്ക് ആരോപണം ഉന്നയിക്കാം. തീർച്ചയായും 2004 ശരിയാണ്, അത് നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും ഇന്ത്യ തിളങ്ങുന്നു എന്ന ശ്രീ വാജ്പേയിയുടെ നേതൃത്വത്തിൽ NDA നടത്തിയ പ്രചരണം അത് വളരെ വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. വാജ്പേയി തിരിച്ചു വരും, NDA അധികാരത്തിൽ വരും എന്ന് പറഞ്ഞത് തൃണമൂൽ ഗണിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നു. മുന്നണിയായി ആദ്യമായി ഒരു സക്സസ്ഫുൾ മുന്നണി പരീക്ഷണമായി UPA പരീക്ഷണം വരികയാണ്. ആദ്യത്തെ UPA. ആ ഒരു സാഹചര്യം അല്ലല്ലോ. അതിന് 20 വർഷത്തിന് ശേഷം അങ്ങനെ ഒരു സാഹചര്യം വീണ്ടും വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് കൂടി അനലൈസ് ചെയ്തുകൊണ്ടാണല്ലോ. അത് മാത്രമല്ല അന്നും ചില വേരിയേഷൻ ഒക്കെ ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. എല്ലാ എക്സിറ്റ് പോളുകളും ഒരേ രീതിയിലൊന്നും പറഞ്ഞിരുന്നില്ല. ഇതിപ്പോൾ മറ്റൊരു കാര്യം നിജേഷ് പറഞ്ഞ ഒരു കാര്യത്തോട് യോജിക്കാം. മഹാരാഷ്ട്രയിൽ ചില മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ള പ്രവചനം വരുന്നുണ്ട്. അതല്ല എക്സിറ്റ് പോളിൽ സർവേയിൽ കൃത്യമായിട്ട് അതും എല്ലാ എക്സിറ്റ് പോളുകളുടെയും കാര്യത്തിൽ ഒരേ രീതിയിലാണ്. ഇവിടെ മഞ്ജുഷ അവിടെയും കൺസിസ്റ്റൻസി ഉണ്ട്. അവിടെ കൺസിസ്റ്റൻസി ഉണ്ട്. അപ്പൊ ഇവിടെ ഇത് ബീഹാറിന്റെ കാര്യത്തിലും കൺസിസ്റ്റൻസി ഉണ്ട്, ഹരിയാനയുടെ കാര്യത്തിലുമുണ്ട്. രാജസ്ഥാനിൽ കഴിഞ്ഞ തവണത്തെ പോലെ ക്ലീൻ സ്വീപ്പ് ആയിരിക്കുകയില്ല എന്ന് പറയുന്നിടത്തും കൺസിസ്റ്റൻസി ഉണ്ട്. തെക്കേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ തെലങ്കാനയിലും ആന്ധ്രയിലും ഇല്ലേ, ഈ രണ്ടിടത്തും NDAക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടും എന്ന് പറഞ്ഞിടത്തും കൺസിസ്റ്റൻസി ഉണ്ട്. അത് അത്ഭുതകരമായ കൺസിസ്റ്റൻസിയാണ്. ഇവിടെ ഒരു സ്റ്റേറ്റ് പോലും മാറി നിൽക്കുന്നില്ല. കേരളത്തിൽ ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നു UDFന് നല്ല മുന്നേറ്റം, LDF വളരെ പിന്നേക്ക് പോകുന്നു, BJPക്ക് 1 മുതൽ 3 വരെ സീറ്റ്. തമിഴ്നാട്ടിൽ ഏതാണ്ട് എല്ലാ സർവേകളും പറയുന്നു 35 മുതൽ 38 വരെ സീറ്റുകൾ പിന്നെ ഇന്ത്യ മുന്നണിക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കൺസിസ്റ്റൻസിയാണ്. മഹാരാഷ്ട്രയിലെ കാര്യം മാത്രമാണ് ഒരു ബാറ്റിൽ ഫീൽഡ് സ്റ്റേറ്റായി എക്സിറ്റ് പോളുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്ന ഏക സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അവിടെ പോലും ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും BJPക്ക് ലേശം മുൻകൈ തന്നെയാണ് കൊടുക്കുന്നത്. അത് മാത്രമല്ല, BJPക്ക് ഒറ്റയ്ക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ അതേ സീറ്റുകളോ അതിന്റെ തൊട്ടടുത്തോ വരെ എത്തുന്നുണ്ട്. 22 ആയിരുന്നുവല്ലോ കഴിഞ്ഞ തവണ. കാരണം അവിടെ ശിവസേന ഷിൻഡെ വിഭാഗത്തിന് പ്രശ്നമുണ്ടാകുന്നു, അതുകൊണ്ട് NDA സഖ്യത്തിന് സീറ്റ് കുറയുന്നു. ആ രീതിയിലാണ് അവിടെയും എക്സിറ്റ് പോളുകളിൽ കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. അവർ നമ്പേഴ്സിന്റെ കണക്കൊന്നും എടുത്ത് നോക്കിയപ്പോൾ ഈ ഉത്തരേന്ത്യ അവർ പറഞ്ഞത് BJPയുടെ തന്നെ പരിഗണനയിൽ ഉത്തരേന്ത്യയും പശ്ചിമ ഭാരതവും വെസ്റ്റ് ആൻഡ് നോർത്ത് ഒരു നല്ല മേൽക്കൈ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതുപോലെ തന്നെയുള്ള മേൽക്കൈ ഉണ്ടാകും. അവിടെ ഏതെങ്കിലും കാരണവശാൽ ഏതാനും സീറ്റുകൾ കുറഞ്ഞാൽ അത് മേക്കപ്പ് ചെയ്യാൻ കിഴക്കേ ഭാരതവും തെക്കേ ഭാരതവും സഹായിക്കുമെന്നതാണ്. ഇവിടെ എക്സിറ്റ് പോളുകളുടെ ഒരു ശരാശരി ഞാൻ എടുത്തു നോക്കി. ഇവിടെ 28 സീറ്റുകളാണ്. വടക്ക് പടിഞ്ഞാറായി NDA മുന്നണിക്ക് കുറയുന്ന 28 സീറ്റുകളാണ്. പക്ഷേ അവിടെ 33 സീറ്റുകൾ കിഴക്ക് തെക്കായിട്ട് കൂടുകയാണ്. അതിൽ പ്രത്യേകിച്ചും ആന്ധ്രാപ്രദേശിലും ഒറീസയിലും ബംഗാളിലും വളരെ വലിയ തോതിൽ സീറ്റ് വർധന നേടുകയാണ് NDA മുന്നണി. പ്രത്യേകിച്ചും ഒറീസയിൽ ബിജു ജനതാദളിനെ കംപ്ലീറ്റ്ലി നിഷ്പ്രഭമാക്കിക്കൊണ്ട് BJPയുടെ തേരോട്ടം അവിടെ കാണുന്നു. അതുപോലെ ചന്ദ്രബാബു നായിഡുവിന്റെ ഒരു മേൽക്കൈ ആന്ധ്രാപ്രദേശിൽ കാണുന്നു. YSR കോൺഗ്രസ് തോറ്റമ്പെന്ന ഒരു ലക്ഷണത്തിലാണ്. ഇതെല്ലാം തന്നെ പടിഞ്ഞാറും വടക്കും നഷ്ടപ്പെട്ടത് കിഴക്ക് കൊണ്ട് പിടിച്ചെടുക്കാം എന്ന BJPയുടെ ആ ഒരു വിശ്വാസം എക്സിറ്റ് പോളിലൂടെ സ്ഥിരീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ ഇവിടെ വളരെ കാതലായ ചോദ്യം, ഇതിനകത്തൊരു സ്റ്റേജ് മാനേജ്മെന്റ് ഉണ്ടോ? എന്തെങ്കിലും ഈ ഏജൻസികളെ മുഴുവൻ ഭയപ്പെടുത്തിയോ അല്ലെങ്കിൽ സ്വാധീനിച്ചോ ഏതെങ്കിലും രീതിയിൽ ഒരു ഗവൺമെന്റ് ഭാഗത്തു നിന്നോ പാർട്ടിയുടെ ഭാഗത്തു നിന്നോ ഒരു നീക്കമുണ്ടായോ എന്ന സംശയം കൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇന്ത്യ മുന്നണി 295 PR ശിവശങ്കർ, ഇത് ഇന്ത്യ സഖ്യം തന്നെ ഔദ്യോഗികമായിട്ട് ഇക്കാര്യങ്ങൾ ആരോപണമായിട്ട് ഉന്നയിച്ചിട്ടുമുണ്ട്. ഇവിടെ ഒരു ഗൂഢാലോചന എക്സിറ്റ് പോളുകളുടെ കാര്യത്തിലും സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ ആരോപണം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി, ഈ 100 ദിവസത്തെ അജണ്ട തീരുമാനിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതായത് അധികാരം ഉറപ്പിച്ചുകൊണ്ട്. അങ്ങനെ വരുമ്പോൾ നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ മേൽ അധികാരം ഉപയോഗിക്കുകയാണ്. അത് ഈ വോട്ടെണ്ണൽ സമയത്ത് പോലും അട്ടിമറി നടത്തുന്നതിന് വേണ്ടിയാണ്. ഈ രീതിയിലുള്ള ആരോപണം ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ ബൂത്ത് ഏജന്റുമാർക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ സഖ്യം. അതുപോലെ തന്നെ ഈ ഫോം 17C കാര്യത്തിലൊക്കെ അതീവ ശ്രദ്ധ പുലർത്തണമെന്ന്. അപ്പോൾ ഈ എക്സിറ്റ് പോളുകൾ ഈ രീതിയിലുള്ള ഭയപ്പാട് ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടാക്കിയിട്ടുമുണ്ട്. അതായത് ആ ഒരു ഗെയിം കൂടി ഉണ്ടായിരുന്നോ? ആ ഒരു ഗെയിം കൂടി NDAക്ക് ഉണ്ടായിരുന്നു, BJPക്ക് ഉണ്ടായിരുന്നു എന്നുള്ള ആരോപണമാണ് വരുന്നത്. അതിനുള്ള മറുപടി മഞ്ജുഷ, ഇത് 3 തന്നെ കാണണം. ഒന്ന്, ഇപ്പോൾ ഈ മറ്റുള്ള ആരോപണവും അതേപോലെ മോഹൻ ആരോപിച്ചതുപോലെയും പത്ര ദൃശ്യ മാധ്യമങ്ങളെയെല്ലാം BJPയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ വരുതിക്ക് നിർത്തുന്നു അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നു എന്നുള്ള ആരോപണം വരികയാണെങ്കിൽ ഞാൻ കൂടുതൽ ആളുകളുടെ പേര് പറയുന്നില്ല. ഏതായാലും ഇന്ത്യ ടുഡേയുടെ രാജീവ് സർദേശായി ഏതായാലും ഒരു BJP അനുകൂലിയാണെന്നോ അല്ലെങ്കിൽ മോദിയുടെ ഫാൻ ആണെന്നോ ആരും പറയില്ല. അവരുടെ പോലും അഭിപ്രായ സർവേകൾ എന്താണ് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചത് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇന്നലെ 11 മണി വരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഇന്നും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ആ സർവേയിലുമെല്ലാം BJPക്കും നരേന്ദ്രമോദിക്കും അനുകൂലമായിട്ടുള്ള ഒരു തരംഗമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അത്തരം സ്വാധീനങ്ങൾ നടന്നോ? അത് പറയേണ്ടതാണ്. അദ്ദേഹവും BJPയുടെ ഒരു അനുയായി മാറിയോ എന്നുള്ളത് പറയേണ്ടതാണ്. അത്തരം ഒരുപാട് പേരുണ്ട്, ഞാൻ ആ പേര് പറയുന്നില്ല. 2, ഇപ്പൊ ഈ 100 ദിവസം എന്നുള്ള കണക്കുകളൊക്കെ പറയുമ്പോൾ ഞാൻ ചാനൽ ചർച്ചയിൽ തന്നെ കുറച്ചൊരു 10-15 ദിവസം മുമ്പ് പറഞ്ഞു, ഒരു 100 ദിവസത്തെ പ്രോഗ്രാം നൽകുവാനായിട്ട് സെക്രട്ടറിമാർ, കേന്ദ്ര
ധനകാര്യമന്ത്രിയും അതുപോലെ തന്നെ പല പല വകുപ്പിന്റെ മന്ത്രിമാരും കേരളത്തിലെ പോലും പല ദേശീയ സ്ഥാപനങ്ങൾക്ക്, ഈ ഇന്ത്യ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് കത്തുകൾ അയച്ചു എന്നുള്ളതും നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതിനെ മറ്റൊരു രീതിയിൽ കണ്ടാൽ മതി. ഏതൊരു സർക്കാർ വന്നാലും 100-ാം ദിവസം ഉണ്ടാവുമല്ലോ. അപ്പോൾ പക്ഷെ ദിവസം ചിലപ്പോൾ 9-ാം തീയതി അല്ലെങ്കിൽ 10-ാം തീയതി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ മതി. പക്ഷേ കേന്ദ്ര സർക്കാർ എന്നുള്ള ഒരു പദ്ധതി 100 ദിവസം ആഘോഷിക്കുമ്പോൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് ആഘോഷിക്കാം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഭരണ തുടർച്ചയുണ്ടാകുമെന്നും 400-ലധികം സീറ്റ് കിട്ടുമെന്നും ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ട് ഇത്തരം സർക്കാരിന്റെ ഒരു കണ്ടിന്യൂറ്റി നടക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് തന്നെയാണ് ശരി. ഒരു കാര്യം കൂടെ പറയാം. ഇന്ന് കോൺഗ്രസ് പോലും അവകാശപ്പെടുന്നത് 295 സീറ്റാണ്. BJPയുടെ നദ്ദയും അതേപോലെ തന്നെ അമിത്ഷായും 6ഉം 7ഉം ഒക്കെ കഴിഞ്ഞപ്പോഴും, തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ 310 സീറ്റ് കഴിഞ്ഞു എന്ന് പ്രഖ്യാപിച്ചത്, ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്ന് പ്രഖ്യാപിച്ചത് മഞ്ജുഷും മറ്റുള്ളവരൊക്കെ കേട്ട് കാണും. അപ്പോൾ ഞങ്ങൾക്ക് ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കൃത്യമായി എത്ര സീറ്റുകളിൽ ഞങ്ങൾക്ക് ലീഡുണ്ട്, എത്ര സീറ്റുകളിൽ ഒരു പക്ഷേ വിജയിച്ചേക്കാം, ചെറിയ പെർസെന്റേജിന്റെ വ്യത്യാസത്തിൽ തോൽക്കുവാനോ ജയിക്കുവാനുള്ള സീറ്റുകൾ, ഇത് ഞങ്ങൾക്ക് സംഘടനാപരമായ കണക്കുകളുണ്ട്. പണ്ട് CPM-നുണ്ടായിരുന്നു, CPM-ന് ഇപ്പോഴും കുറച്ചൊക്കെ കേരളത്തിലുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, BJPയെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴല്ല തിരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങുന്നത്. അടുത്ത തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനം ഒരുപക്ഷെ ഈ തിരഞ്ഞെടുപ്പിൽ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ തുടങ്ങുന്ന ഒരു പാർട്ടി BJP മാത്രമായിരിക്കും. അതിനെ മനസ്സിലാക്കേണ്ടത്, ഒരു കുട്ടി വിദ്യാഭ്യാസം ക്ലാസ്സിൽ ചൊല്ലുമ്പോൾ തന്നെ എല്ലാ ക്ലാസ്സുകളിലും പങ്കെടുക്കുകയും കൃത്യമായി ഹോംവർക്ക് ചെയ്യുകയും എന്നിട്ട് പരീക്ഷയ്ക്ക് എഴുതുകയും ചെയ്യുന്ന ഒരു കുട്ടിയെ പോലെയാണ് BJP. പരീക്ഷ പ്രഖ്യാപിച്ചതിന് ശേഷം വലിയ രീതിയിലുള്ള ഹോംവർക്ക് ഒന്നും ചെയ്യാതെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരു കുട്ടിയെ പോലെയാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവും എന്നാണ് സാധാരണക്കാർ മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾ കൃത്യമായി അതിന്റെ തിരഞ്ഞെടുപ്പ് ചിട്ടയോടെ പ്രവർത്തനങ്ങൾ 5 വർഷം നടത്തുകയും അതിന്റെ ഹോംവർക്ക് ചെയ്യുകയും ഓരോ സ്ഥാനാർത്ഥിക്കും വിജയിക്കേണ്ട സാധ്യതകൾ ഞങ്ങൾ പാർട്ടി കേഡറുകളുടെ കൺട്രോളിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള ഏജൻസി വഴിയും നടത്തിയിട്ട് വിജയസാധ്യത ഉള്ള സ്ഥാനാർത്ഥിയെ മുന്നോട്ട് നിർത്തുകയാണ് ചെയ്യുന്നത്. അതിലും ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടാകും. പക്ഷേ നിരന്തരമായി നമുക്ക് പറയാം, വോട്ട് പെർസെന്റേജും വോട്ടിലെ എണ്ണവും വിജയിക്കണമെന്നില്ലല്ലോ ശ്രീ PR ശിവശങ്കർ. അത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ നിങ്ങൾ പരീക്ഷിച്ചിട്ട് ഈ രാജസ്ഥാനിലൊക്കെ വളരെ ചെറിയ മാർജിനിലുള്ള വിജയമാണ് വന്നത്. ആ പ്രദേശങ്ങളിലൊക്കെയാണ് ഇപ്പോൾ ഈ വോട്ട് ഷെയറിൽ വലിയ അന്തരം വരുന്നില്ല. അവിടെ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റിലേക്ക് വരും. ഈ രാജസ്ഥാനിലൊക്കെ തൂത്തുവാരുമെന്നുള്ള പ്രതീക്ഷയാണല്ലോ അവിടെ അങ്ങനെ ഉണ്ടാവുന്നു. ഈ മഹാരാഷ്ട്രയിൽ എല്ലാവരും പറയുന്നത് ഒരേ സ്വരത്തിൽ തന്നെയാണ്, അവിടെ നല്ല ഫൈറ്റാണ് നടക്കുന്നതെന്ന്. ബംഗാളിൽ പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തും എന്ന രീതിയിൽ വരുന്നുണ്ട്. ബീഹാറിലും ഫൈറ്റ് തന്നെ പറയുന്നുണ്ട്. കാരണം ഇതിന്റെ ലോവർ ഡിജിറ്റ് കൂടി നോക്കണമല്ലോ അല്ലേ. എപ്പോഴും ഈ അപ്പർ ഡിജിറ്റ് മാത്രം നോക്കിയാൽ അതിന്റെ പ്രൊജക്ഷനിൽ ഏറ്റവും കൂടിയ സംഖ്യ എന്നേ വരികയുള്ളൂ. അപ്പോൾ ഫൈറ്റുള്ള സംസ്ഥാനങ്ങൾ ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റുകയില്ല. അങ്ങനെ വരുമ്പോൾ ഈ 350 എന്നൊക്കെ പറയുമ്പോൾ അതിൽ ലോവർ ഡിജിറ്റ് വെച്ചിട്ടാണ് ഈ പറയുന്നത് ഇത്രയും വലിയ, അല്ല അപ്പർ ഡിജിറ്റ് വെച്ചിട്ടാണ് പറയുന്നത് ഇത്രയും വലിയ പ്രൊജക്ഷൻ കിട്ടിയിട്ടുണ്ട്, ഇത്രയും വലിയ സംഖ്യയിലേക്ക് വരികയാണെന്ന്. അല്ല, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, റാങ്കിന് വേണ്ടി പഠിക്കുന്ന കുട്ടിക്ക് വിജയിക്കുമോ എന്നുള്ള ഭയം ഉണ്ടാവില്ല. ഫസ്റ്റ് ക്ലാസ് കിട്ടുമോ, ഫസ്റ്റ് റാങ്ക് കിട്ടുമോ എന്നുള്ള സംശയമേ ഉണ്ടാവുള്ളൂ. BJPയെ സംബന്ധിച്ചോളം 400 എന്നുള്ള ഞങ്ങളുടെ ടാർഗറ്റ് വെച്ചപ്പോൾ ഭരണം ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഉറപ്പ് ഒരുപക്ഷെ കോൺഗ്രസ് പോലും അംഗീകരിച്ചിരുന്നു. ഞങ്ങൾക്ക് 400 കിട്ടില്ല എന്ന ഭാഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും അവർ അവകാശപ്പെടുന്നത് 295 സീറ്റുകളാണ്. ഇവിടെയാണ് വ്യത്യാസം ഞാൻ പറഞ്ഞത്. മറ്റൊരു കാര്യവും കൂടി ഈ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പക്ഷേ ശ്രീ PR ശിവശങ്കർ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് അവർ ഈ 295 കണക്കിലേക്ക് വന്നത്. ആ ഒരു ആത്മവിശ്വാസമാണ് ഇന്ത്യ സഖ്യം പറയുന്നത്. ഈ 400 എന്നുള്ള കണക്ക് BJPക്ക് ആദ്യം തന്നെ, NDAക്ക് ആദ്യം തന്നെ ഉറപ്പിച്ചിട്ട് പിന്നെ അവിടുന്ന് താഴെ വരുമ്പോഴാണല്ലോ ഇന്ത്യ സഖ്യം കയറി വരുന്നത്. അങ്ങനെയാണ് അവരുടെ ആത്മവിശ്വാസം ഇപ്പോൾ 295 എത്തി നിൽക്കുന്നത്. അല്ല, അവരുടെ ആത്മവിശ്വാസം, ആ കണക്കുകൾ കൃത്യമായിട്ട് എത്തുന്നില്ല. അവർ പറയുന്ന ഈ കണക്കുകൾ യോജിക്കുന്നില്ല പല രീതി കൊണ്ട്. ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുന്നു. ഈ ആന്ധ്രയിലായാലും അതുപോലെ തന്നെ ഡൽഹിയിലും പഞ്ചാബിലും ഒറീസയിലും അതുപോലെ തന്നെ ഒരുപക്ഷെ കേരളത്തിലും തമിഴ്നാട്ടിലും AIDMK ഇങ്ങനെ പല സംസ്ഥാനങ്ങളിലും പല കക്ഷികളും ഇല്ലാതാകുന്നുണ്ട്. ആ ഇല്ലാതാകുന്നതിന്റെ ഗുണം നമുക്കറിയാം. ആ സംസ്ഥാനങ്ങളിൽ കൂടുതൽ കിട്ടുന്നത് BJPക്കാണ്. ഇപ്പൊ തമിഴ്നാട്ടിലായാലും അതുപോലെ തന്നെ ബിജു ജനതാദളിന്റെ വ്യത്യാസമായാലും പഞ്ചാബിൽ പോലും
BJPക്ക് അനുകൂലമായി കിട്ടുന്നുണ്ട്. അപ്പോൾ പല സംസ്ഥാനങ്ങളിലും ശക്തമായി, ഇപ്പൊ ആന്ധ്രയിലും ഒറീസയിലും എല്ലാം BJP ശക്തമായി മുന്നേറും, TDPയുടെ എല്ലാം പിന്തുണയായിരിക്കും. അപ്പൊ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പണ്ടെല്ലാം പറഞ്ഞിരുന്നത് പോലെ ഒരു പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ ഒരു പാർട്ടി എന്നുള്ളതിന് മാറിയിട്ട് കിഴക്കായാലും ഒരുപക്ഷെ തെക്കായാലും BJPക്ക് ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും സീറ്റ് വരും. ആന്ധ്രയിലായാലും കർണാടകയിലായാലും ശക്തമായി മുന്നേറിയിരിക്കുന്നു. അതുപോലെ TRSന്റെയും പതനം ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. ആർക്കായിരിക്കും കൂടുതൽ കിട്ടുന്നേ ഉള്ളൂ. തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും BJPക്ക് പെർസെന്റേജ് ഓഫ് വോട്ട് 20% മുകളിൽ എന്തായാലും കിട്ടുമെന്നുള്ള ഉറപ്പായിരിക്കുന്നു. സീറ്റിന്റെ കാര്യത്തിൽ 1-2 എന്നുള്ള സംശയമേ ഉള്ളൂ. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് രാജ്യത്താകമാനം ഒരു നരേന്ദ്രമോദിക്ക് അനുകൂലമായ ഒരു തരംഗം ഉണ്ടായിരുന്നുവെന്നും അത് കണ്ടെത്തുന്നതിൽ അല്ലെങ്കിൽ കാണാൻ ശ്രമിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു. പ്രത്യേകിച്ച് കേരളത്തിലെ മീഡിയകൾ ഒരു വൺ സൈഡഡ് അറ്റാക്ക് ആയിരുന്നു നടത്തിയിരുന്നത്, പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്കെതിരെയും രാജ്യത്തിനെതിരെയും. എനിക്ക് ഒരു 5 മിനിറ്റും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ആ കാര്യം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇത് ഡയറക്റ്റ് ഈ തിരഞ്ഞെടുപ്പിന്റെ കാര്യമല്ല. കഴിഞ്ഞ 40-50 ദിവസമായി അല്ലെങ്കിൽ കുറെ നാളുകളായി BJP ഒരുപക്ഷെ ഫൈറ്റ് ചെയ്തിരുന്നത് ഈ രാജ്യത്ത് കോൺഗ്രസ് എതിരാളികളായ അല്ലെങ്കിൽ ഓപ്പോസിഷൻ പാർട്ടികളായ ഇന്ത്യ സഖ്യത്തിനോടോ കോൺഗ്രസിനോടോ അല്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ തന്നെ ശത്രുക്കളോടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ കേരളത്തിലായാലും അതുപോലെ തന്നെ രാജ്യത്തിലായാലും മൻമോഹൻ സിംഗിന്റെ മകൾ ജോർജ് സോറോസിന്റെ ഉത്തരവാദിത്തമുള്ള ജോലി ചെയ്തിരുന്നു എന്ന് പറയാൻ മടുത്തിരുന്നത്? എന്തുകൊണ്ടാണ് ആ ജോർജ് സോറോസ് നിരന്തരമായി രാജ്യത്തെയും രാജ്യത്തിന്റെ പ്രവർത്തനത്തെയും ഇവിടുത്തെ ബിസിനസ്സുകാരെയും ഡയറക്റ്റായിട്ട് ആക്രമിച്ചിരുന്നത്? എന്തുകൊണ്ടാണ് ധ്രുവനെ പോലെയുള്ള ആളുകളുടെ വീഡിയോ കേരളത്തിലെ ഒരു പത്രവും ഒരു മാധ്യമവും നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നതും അതിനെ വലിയ രീതിയിലുള്ള ഒരു ജനകീയവൽക്കരണം നടത്തിയിരുന്നതും? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു വ്യക്തി അദ്ദേഹം ഇവിടുത്തെ ഹിന്ദുക്കളെയും ബ്രാഹ്മണന്മാരെയും കൊന്നു തീർക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ ഒരു അക്ഷരം മിണ്ടാണ്ട് അവർ ചെയ്ത സമരത്തെയൊക്കെ പിന്തുണച്ചതും? ഞാൻ ഒരൊറ്റ കാര്യം മാത്രം പറയുന്നു. 2019 മുതൽ ഇത്തരത്തിലുള്ള ശക്തികൾ ഈ കേരളത്തിലുമുണ്ട്. നമുക്കറിയാം, ആമസോൺ കത്തി അമർന്നപ്പോൾ ബ്രസീലിയൻ സർക്കാരിനെതിരെ സമരം ചെയ്ത ഒരു സംഘടനയുണ്ട്, അതിന്റെ ഒരു MP ഉണ്ടെന്ന് ഒരു മന്ത്രിയുമുണ്ട്. പക്ഷെ ആ സമരങ്ങൾ വരെ രാജ്യാന്തര തലത്തിൽ ജോർജ് സോറോസ് നിശ്ചയിച്ച് ബ്രസീലിയൻ സർക്കാരിനെതിരെ നടത്തിയ എത്തനോൾ എന്നുള്ള ഒരു പെട്രോളിന് പകരം ഉണ്ടാക്കുന്ന ഉപകരണം ഉണ്ടാക്കുവാനുള്ള ശ്രമം ആയിരുന്നുവെന്നും അതിനെതിരെയുള്ള ആരോപണങ്ങളൊക്കെ ഇന്ന് വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കേരളത്തിൽ പോലും രാജ്യവിരുദ്ധ ശക്തികൾ ഇത്തരം സംഘടനകളെയും ആളുകളെയും ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം മോദിയെയും മോദിയുടെ സർക്കാരിനെയും BJPയെയും തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ കൂടിയായിരുന്നു BJPക്ക് എന്നുള്ള മറുചോദ്യമാണ് PR ശിവശങ്കർ ഉന്നയിക്കുന്നത്. ഈ എക്സിറ്റ് പോൾ വന്നു കഴിയുമ്പോൾ അതിനെ തള്ളിപ്പറയുന്നത് എളുപ്പമാണ്, പക്ഷേ അവിടെയും റിലയബിൾ ആയിട്ടുള്ള ഒരു കണക്ക് മുന്നോട്ട് വെക്കാൻ രാഹുലിനും ടീമിനും കഴിയുന്നില്ല. അല്ല മഞ്ജുഷേ, ഒരു ചെരുപ്പ് ഉണ്ടാക്കി വെച്ചു, ആ ചെരുപ്പിനനുസരിച്ച് കാല് എടുത്തു വെച്ചു, എന്നിട്ട് അതിന്റെ വിരലും അതിന്റെ ബാക്കി ഭാഗമൊക്കെ കട്ട് ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് എന്താണ് എക്സിറ്റ് പോളിനകത്തുള്ളത്? ഏത് സാഹചര്യത്തിലാണ് 19 സീറ്റിന്റെ മുകളിലേക്ക് പശ്ചിമ ബംഗാളിൽ സീറ്റ് കിട്ടുന്നത്? ബീഹാറിൽ എങ്ങനെയാണ് NDA മുന്നോട്ട് പോകുന്നത്? ഉത്തർപ്രദേശിൽ നമ്മൾ വളരെ വലിയ വായിൽ പറയുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, ഗ്യാരണ്ടി കൊടുക്കുന്ന പ്രധാനമന്ത്രിയുടെ വാരണാസി മണ്ഡലത്തിൽ അദ്ദേഹം ദത്തെടുത്ത ഗ്രാമത്തിലെ ശോച്യാവസ്ഥ ഇന്ന് മാധ്യമങ്ങളിലേക്ക് വന്നു. കേരളത്തിൽ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ എന്തു കണ്ട് വോട്ട് ചെയ്തു? എങ്ങനെ വേവ് ഉണ്ടായി? എന്താണ് തരംഗം? എന്താണ് സ്ത്രീകളെ സ്വാധീനിച്ച ഘടകം? ഇതാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു അജണ്ട BJPക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും മുന്നോട്ട് വെക്കേണ്ടത് അവരുടെ പ്രകടന പത്രിക, അവർ നാളെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, 100 ദിവസവും 300 ദിവസവും അതൊന്നുമല്ലല്ലോ ചെയ്തത്. മറിച്ച് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പാകിസ്ഥാന്റെ പ്രകടന പത്രികയാണ് എന്നും മുസ്ലിം ലീഗിന്റെ പ്രകടന പത്രികയാണ് എന്നും കെട്ടുതാലി പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്നും തുടങ്ങിയ ആരോപണങ്ങളുടെ ഒരു ശരൻകുത്തി ഒഴുക്കായിരുന്നു പ്രധാനമന്ത്രി ഇന്നുണ്ടായത്. അതുകൊണ്ട് ആ ഒരു തരംഗം ഇന്ത്യ രാജ്യത്ത് നിലവിലുണ്ടോ എന്ന് കാണിക്കുന്ന എന്തെങ്കിലും ഒരു ഘടകം നമ്മൾക്ക് കിട്ടണ്ടേ? ഞങ്ങൾ എക്സിറ്റ് പോളിന് വിശ്വസിക്കാൻ പറഞ്ഞാൽ വിശ്വസിച്ചോളാം, ഓക്കെ ശരി, ഞങ്ങൾ എക്സിറ്റ് പോൾ വിശ്വസിക്കുന്നു. പക്ഷേ ഇന്ത്യ രാജ്യത്തെ ഒരു യാഥാർത്ഥ്യവുമായി ഇത് നിരക്കുന്നതാണോ എന്നുള്ളതാണ് ചോദ്യം. കർണാടകയിൽ പ്രജ്വൽ രേവണ്ണയുടെ കേസ് കോൺഗ്രസ് ആണോ കുത്തിപ്പൊക്കിയത്? പ്രജ്വൽ രേവണ്ണയുടെ വീഡിയോകൾ പുറത്തെത്തിച്ചത് അവിടെയുള്ള BJP ആണ്. നേരത്തെ ശ്രീ ശിവശങ്കർ പറഞ്ഞ വളരെ സംഘടനാ സംവിധാനമുള്ള BJPയുടെ കേഡർമാരാണ് ജനതാദൾ എസുമായിട്ടുള്ള ബന്ധം ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ പുറത്തുവിട്ടത്. ഒരുപക്ഷെ പിന്നീടുള്ള എല്ലാ ഘട്ട തെരഞ്ഞെടുപ്പിനെയും സ്വാധീനിച്ച ഒരു ഘടകമായി പ്രജ്വൽ രേവണ്ണ മാറി. ഇപ്പൊ കർണാടകയിൽ
കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് കഴിഞ്ഞ മെയ് മാസം അധികാരത്തിൽ വന്ന ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കിയ ഗവൺമെന്റ് ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കുന്നു. ആ വോട്ട് ചോദിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ വിഷയം അത് കർണാടകയിൽ നിൽക്കുന്നു. തെലങ്കാനയിൽ ഞങ്ങൾ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കി തുടങ്ങിയതിന്റെ ബലത്തിലാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. അത് ഞങ്ങൾക്ക് റിസൾട്ട് തരും എന്ന വിശ്വാസമുണ്ട്. മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ആ ചതി ശിവസേനയോട് ചെയ്ത ആ ചതി, ഏകനാഥ് ഷിൻഡെയും അജിത് പവാറും ചെയ്ത ചതിക്കെതിരെയാണ് വോട്ട് ചെയ്യുന്നത്. അതേ ചതി തന്നെയാണ് ബീഹാറിൽ വരുന്ന സമയത്ത് നിതീഷ് കുമാറിനെതിരെയുള്ളത്. അതവിടെ ഇലക്ഷനിൽ നമ്മൾക്കറിയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ ഒരു പോസിറ്റീവായ ഘടകം ഇന്ത്യ രാജ്യത്തുടനീളം കേരളം മുതൽ കാശ്മീർ വരെയുള്ള സംസ്ഥാനങ്ങൾക്കകത്ത് പുതിയ നേതാക്കന്മാർ ഉയർന്നു വന്നു. ഇന്നലകളിൽ BJPയുടെ രണ്ടാം നിര നേതാക്കന്മാരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾക്കൊരു രണ്ടാം നിര നേതാവുണ്ടോ? അങ്ങ് മദൻലാൽ ഖുറാന മുതൽ ഇങ്ങ് രാജഗോപാൽ വരെയുള്ള വലിയൊരു നിരയെപ്പറ്റി, യെദ്യൂരപ്പ ഉൾപ്പെടെയുള്ള നിരയെപ്പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അങ്ങനെ ഒരു നിരയില്ല. ഇതെല്ലാം മോദിയിലേക്കോ അമിത്ഷായിലേക്കോ മാത്രം മാറ്റപ്പെട്ടു പോയ ഒരു തെരഞ്ഞെടുപ്പായി. അതുകൊണ്ട് BJPയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ BJPയെ പോലെയുള്ള ഒരു കേഡർ പാർട്ടി ഒരു ആളുടെ ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് വോട്ട് ചോദിച്ച, പക്ഷേ അതിന്റെ പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിലാണ് സർ ശ്രീ വിജേഷ് അരവിന്ദ് നമ്മുടെ മുന്നിലുള്ള കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ അതിനൊരു പ്രതിഫലനം അല്ലെങ്കിൽ ഒരു അംഗീകാരം ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നാണ്. കേരളത്തിലെ പൾസ് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ള ആ പൾസ് അത് കൃത്യമായിട്ട് ഒപ്പിയെടുക്കുവാനായിട്ട് ഈ എക്സിറ്റ് പോളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ. സമാന രീതിയിൽ തന്നെയാണ് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന കണക്ക്. ഇതിൽ ഒരുപാട് വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തർക്കിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. കേരളത്തിൽ താങ്കൾക്ക് അംഗീകരിക്കാൻ പറ്റുമല്ലോ, കേരളത്തിൽ UDFന്റെ ഒരു തരംഗം തന്നെയുണ്ട്, അത് ഭരണവിരുദ്ധ വികാരമായിരിക്കുമെന്ന്. അല്ല കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടിക വന്ന സമയത്ത് തന്നെ ഞങ്ങൾക്കൊരു മേൽക്കൈ കിട്ടി. അത് സ്ഥാനാർത്ഥികളുടെ മേൽക്കൈയാണ്, അവർ നേരത്തെ നടത്തിയ പ്രവർത്തനങ്ങളുടെ മേൽക്കൈയാണ്. സ്ഥാനാർത്ഥികളുടെ കാര്യം നോക്കുമ്പോൾ അത് LDFുമായി താരതമ്യപ്പെടുത്തുമ്പോൾ LDFനും കുഴപ്പമില്ലാത്ത സ്ഥാനാർത്ഥികൾ തന്നെയായിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത്. പക്ഷെ മറ്റ് ഘടകങ്ങൾ അവിടെ ഉണ്ടല്ലോ. നിങ്ങൾ തന്നെ പറയുന്ന ഈ ഭരണവിരുദ്ധ വികാരം പ്രകടമാകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇതെന്ന്. അങ്ങനെ നടന്നിട്ടുണ്ട് എന്നാണല്ലോ എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ഒരു അന്തർധാര നിലനിൽക്കുന്നുണ്ട് CPMഉം BJPയും തമ്മിൽ. അതും പ്രതിഫലിക്കുന്ന രീതിയിലായിട്ടില്ലേ BJP വിജയിക്കും ഒന്നിലേറെ മണ്ഡലങ്ങളിൽ എന്നുള്ള എക്സിറ്റ് പോളുകൾ? അല്ല മഞ്ജുഷ ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് UDFന് കിട്ടുമെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു എക്സിറ്റ് പോൾ ഉണ്ടായിരുന്നോ? UDFന് നേട്ടമുണ്ടാകുമെന്ന് തന്നെയായിരുന്നു. വൻ വിജയം UDFന് കിട്ടുമെന്ന് തന്നെയായിരുന്നു. 19 സീറ്റ് UDFന് വലിയ വിജയം ഉണ്ടാകുമെന്ന് തന്നെയായിരുന്നു കഴിഞ്ഞ തവണത്തെ എക്സിറ്റ് പോൾ. നേട്ടമല്ല 19 സീറ്റ്. സംഖ്യയുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ടായിരുന്നു. നേട്ടമുണ്ടായിരുന്നു. മാത്രമല്ല കഴിഞ്ഞ തവണ ഇത്രയും കൺസിസ്റ്റൻസി ഇല്ലായിരുന്നു. കഴിഞ്ഞ തവണ എക്സിറ്റ് പോളുകൾ തമ്മിൽ വളരെ വ്യത്യാസമുണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെയല്ല. അല്ല, താങ്കൾക്ക് വിശ്വസിക്കാതിരിക്കാം, കുഴപ്പമില്ല, ശരിയാണ്. അല്ല, ഇത്തവണ അങ്ങനെയല്ല എന്നുള്ളത് കൊണ്ട്, അതായത് ഞാൻ ചോദിക്കുന്നത് BJP നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഞങ്ങൾ ബംഗാളിൽ നിന്ന്, ഒറീസയിൽ നിന്ന്, ആന്ധ്രയിൽ നിന്ന്, തെലങ്കാനയിൽ നിന്ന്, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും കുറേശ്ശെ സീറ്റുകൾ ഞങ്ങൾ പിടിക്കും എന്ന് BJP വളരെ നേരത്തെ പ്രഖ്യാപിച്ചു. അത് അതേപോലെയല്ലേ എക്സിറ്റ് പോൾ എഴുതി വെച്ചിരിക്കുന്നത്? ഞങ്ങൾക്ക് നഷ്ടം വരുന്ന സ്ഥലങ്ങളിലെ സീറ്റ് ഇപ്പുറത്ത് ഞങ്ങൾ പിടിക്കുമെന്ന് BJP പറഞ്ഞത് അതേപോലെ എഴുതി വെച്ച എക്സിറ്റ് പോൾ. അത് എന്തുകൊണ്ട് അത് സംസ്ഥാനങ്ങളെ യാഥാർത്ഥ്യങ്ങളുമായി എവിടെ പൊരുത്തപ്പെടുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത കാര്യം, ഇവിടെ മഹാരാഷ്ട്രയിൽ നഷ്ടപ്പെടുന്ന സീറ്റ്, UPയിൽ നഷ്ടപ്പെടുന്ന സീറ്റ്. നമ്മളൊക്കെ കേട്ടു ഈ മോദിക്ക ഗ്യാരണ്ടി ഉള്ള സമയത്ത് BJP 5 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഹരിയാനയിലെ സ്ഥാനാർത്ഥികൾക്ക് പ്രചരണത്തിനിറങ്ങണമെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ വേണം. കുരുക്ഷേത്രയിലെ വർഗീയ ലഹള നടന്നിരുന്ന കുരുക്ഷേത്രയിലെ ജിൻഡാലിന് അവിടെ ഇറങ്ങാൻ വേണ്ടി പോലീസ് പ്രൊട്ടക്ഷൻ, അൻവറിന് പോലീസ് പ്രൊട്ടക്ഷൻ. അങ്ങനെ BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത്, കേന്ദ്രം ഭരിക്കുന്ന കാലത്ത് BJP സ്ഥാനാർത്ഥികൾക്ക് പ്രചരണത്തിൽ ഇറങ്ങാൻ വേണ്ടി പോലീസ് പ്രൊട്ടക്ഷൻ വേണ്ടി വന്ന സാഹചര്യം അവിടെ അതൊന്നും എക്സിറ്റ് പോളിൽ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരെ വിശ്വസിക്കണം? ഹരിയാനയിലെ അവസ്ഥ. കാരണം അദ്ദേഹം പറയുന്നതിൽ ഒരു കാര്യം പറയുന്നത്, BJP എവിടെയൊക്കെയാണോ നഷ്ടമുണ്ടാകുന്നത് അതിന്റെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എവിടെയാണോ അത് ഈ എക്സിറ്റ് പോളിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന്. ശ്രീ മഞ്ജുഷ്, അതിനു മുമ്പ് ഞാനൊരു കാര്യം ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരിക്കലും എക്സിറ്റ് പോളിൻ്റെ ആധികാരികതയെക്കുറിച്ച് ഞാൻ വ്യക്തിപരമായ സംശയം ഒരു നിരീക്ഷണത്തിൻ്റെ രൂപത്തിൽ ഉന്നയിച്ചിട്ടില്ല.
പക്ഷേ ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉന്നയിക്കപ്പെടുന്നു, പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉന്നയിക്കപ്പെടുന്നു എന്നൊരു കാര്യം ചൂണ്ടിക്കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഞാനത് മാത്രമല്ല പറയുകയും ചെയ്തു, 80% ചരിത്രപരമായ എക്സിറ്റ് പോളുകൾ കൃത്യമായിരുന്നു എന്നും പറഞ്ഞു. അത് പിഴച്ചുപോയ ഏതാനും വർഷങ്ങൾ 2004-ലാകട്ടെ 2009-ലാകട്ടെ ചെറിയ തോതിലുള്ള വ്യത്യാസം, ചെറുതല്ല, 2004-ൽ വലിയ വ്യത്യാസമാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ പിന്നെ BJPയുടെ പ്രതിനിധിയും കോൺഗ്രസിൻ്റെ പ്രതിനിധിയും നമ്മളോടൊപ്പം പാനലിലുണ്ട്. അപ്പോൾ ഇവിടെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വൈതന്യം കേരളത്തിൽ അനുഭവിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നാൽ എക്സിറ്റ് പോളിനെ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊരവസ്ഥയിലാണ്. കാരണം കേരളത്തിലെ എക്സിറ്റ് പോൾ റിസൾട്ട് കോൺഗ്രസ് പാർട്ടി എന്താണോ ആഗ്രഹിക്കുന്നത്, കേരളത്തിലെ UDF സംവിധാനം എന്താണോ ആഗ്രഹിക്കുന്നത്, ഏതാണ്ട് അതുപോലെ തന്നെയാണ്. ചില എക്സിറ്റ് പോളുകൾ 20 സീറ്റ് വരെ, 16 മുതൽ 20 സീറ്റ് വരെയുള്ള റേഞ്ച് പറഞ്ഞ എക്സിറ്റ് പോളുകൾ ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ 19 ആവർത്തിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഒരു പക്ഷേ 1-2 സീറ്റ് കുറയാനുള്ള സാധ്യതയാണ്. എങ്കിൽ പോലും UDFന് തന്നെയാണ് എല്ലാ എക്സിറ്റ് പോളുകളും മേൽക്കൈ നൽകുന്നത്. അവിടെ കേരളത്തിൽ മേൽക്കൈ നൽകുന്ന എക്സിറ്റ് പോളുകൾ എങ്ങനെയാണ് വടക്കേ ഇന്ത്യയിൽ അത് തെറ്റിപ്പോകുന്നത്? ഇവിടെ ഒരു വൈരുദ്ധ്യമില്ലേ? ആ വൈരുദ്ധ്യമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് എക്സിറ്റ് പോളുകൾ ഒന്നുകിൽ മൊത്തത്തിൽ അതിനെ തള്ളിക്കളയാം, അല്ല എങ്കിൽ അതിനെ പൂർണ്ണമായി സ്വീകരിക്കാം. ഇത് രണ്ടുമല്ലാതെ കേരളത്തിലെ എക്സിറ്റ് പോൾ ഫലം സ്വീകരിക്കുകയും അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിലെ, തമിഴ്നാടും കേരളവും ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിലേത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ പറയാം എക്സിറ്റ് പോളുകൾ ഞങ്ങൾക്ക് പ്രസക്തമല്ല, അതുകൊണ്ടായിരിക്കണം 295 സീറ്റുകൾ സംഘടനയുടെ ഒരു കാഴ്ചപ്പാടിൽ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ നൽകുന്ന, സംസ്ഥാന തലത്തിൽ നൽകുന്ന ഇൻപുട്ടുകൾ അനുസരിച്ച് വരികയാണ്. ഇനി ശ്രീ മഞ്ജുഷ്, ഞാൻ ഇതിൻ്റെ എക്സിറ്റ് പോളുകളുടെ ഒരു രീതിശാസ്ത്രം കൂടെ നോക്കുകയായിരുന്നു. ഇവിടെ എക്സിറ്റ് പോൾ സാധാരണ ചെയ്യുന്നത്, എക്സിറ്റ് പോളുകൾ എടുത്തു കഴിഞ്ഞാൽ അത് പാർട്ടിയുടെ സപ്പോർട്ട് ബേസാണ് അവർ സംസ്ഥാന തലത്തിൽ മിക്ക പോളുകളും നോക്കുന്നത്. എന്നിട്ട് അതിനെ സീറ്റുകളായി പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ഇത്ര ശതമാനം വോട്ട് കിട്ടുന്ന പാർട്ടിക്ക് സീറ്റുകൾ ഇത്ര ശതമാനമായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഒരു ശരാശരി കണക്കെടുക്കുമ്പോൾ സർവകാല റെക്കോർഡിലാണ് പാർട്ടിയുടെ വോട്ട് ശതമാനം, അല്ലെങ്കിൽ NDA മുന്നണിയുടെ വോട്ട് ശതമാനം 48-നും 52-നും ഇടയിൽ ശതമാനത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ഒരു ശതമാനം വരുമ്പോൾ ഈ പ്രൊജക്റ്റ് ചെയ്ത സീറ്റിനേക്കാൾ കൂടുതൽ സീറ്റാണ് സാധാരണഗതിയിൽ വരുന്നത്. അത് വെറും വേവ് ഒന്നുമല്ല, അത് ഗംഭീരമായ ഒരു സുനാമി തരംഗം തന്നെയാണ്. അങ്ങനെ വരുന്നില്ല എന്നതും ഇവിടെ എന്നെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു കാര്യമാണ്. കാരണം എങ്ങനെയാണ്, എന്ത് ബേസിസിലാണ് ഈ വോട്ട് ഷെയറിനെ സീറ്റായി കൺവേർട്ട് ചെയ്യുന്നത് എന്നതൊരു പ്രഹേളികയായി. ശ്രീ മോഹൻ ബഗീസ്, താങ്കൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചകളിൽ, താങ്കൾ പങ്കെടുത്ത ചർച്ചകളിൽ പോലും ഈ 3-ാം ഘട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 4 ആയപ്പോഴേക്കും താങ്കളുടെ നിരീക്ഷണത്തിലും വന്ന കാര്യങ്ങൾ ഇതായിരുന്നു. ഈ ആദ്യം പറയുന്നത് പോലെയുള്ള ഇത്രയും സീറ്റുകൾ NDAക്ക് കിട്ടാൻ പോകുന്നില്ല, അതിൽ ചില വ്യത്യാസങ്ങൾ വരാൻ പോവുകയാണ്, ഗ്രാഫ് താഴുന്നു, ഇന്ത്യ സഖ്യത്തിന്റെ ഗ്രാഫ് ഉയരുന്നു. പക്ഷേ എവിടെയാണോ ചർച്ച തുടങ്ങിയത്, അതായത് 1-ാം ഘട്ടത്തിൽ ചർച്ച തുടങ്ങിയ സമയത്തുള്ള അതേ ഗ്രാഫിൽ കാര്യങ്ങൾ ഒടുവിൽ ഈ എക്സിറ്റ് പോളിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ താങ്കൾക്കും അത് ബുദ്ധിമുട്ടാണ്, അതേതാണെന്നുള്ള കാര്യം വലിയ ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇതൊരു റോളർ കോസ്റ്റർ റൈഡാണ്. ഈ പീക്ക് ടൈം എന്ന് പറയുന്നത് ജനുവരി മാസം 22-ാം തീയതി രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ സമയത്ത് ഉണ്ടായ ഒരു വലിയ വികാരം, അത് ദേശവ്യാപകമായി അതിൻ്റെ ഫലമുണ്ടാകും എന്ന് ഏതാണ്ട് എല്ലാവരും തന്നെ ചിന്തിച്ചതാണ്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി 400 സീറ്റ് പ്രൊജക്റ്റ് ചെയ്തപ്പോൾ സ്വാഭാവികമായി 400 സീറ്റിലേക്ക് NDA എത്തില്ല എങ്കിലും 370 BJPക്ക് പ്രൊജക്റ്റ് ചെയ്ത 370 സീറ്റിലേക്ക് ഒക്കെ വേണമെങ്കിൽ എത്താം എന്ന ഒരു ചിന്തയായിരുന്നു 1-ാം ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുൻപ്. പക്ഷേ ഓരോ ഘട്ടം കഴിയുമ്പോൾ ഇന്ത്യ മുന്നണി ചെറിയ തോതിൽ കൺസോളിഡേറ്റ് ചെയ്ത് വരികയാണ്. അപ്പോഴാണ് കേന്ദ്രീകൃതമായ ഒരു വിഷയമില്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പുൽവാമ, ബാലക്കോട്ട് മുതലായ ഒരു വൈകാരികമായ കേന്ദ്രീകൃതമായ ഒരു പാൻ ഇന്ത്യ വിഷയം ഇല്ല. ഇന്ത്യ സഖ്യത്തിന്റെ നറേറ്റീവ് ആയിരുന്നില്ലേ അത്? പക്ഷേ ഈ നിരീക്ഷകരും അത് അംഗീകരിക്കുകയായിരുന്നു. അല്ല, നിരീക്ഷകരെല്ലാവരും അംഗീകരിച്ചല്ലോ. ദ ഫൈറ്റ് വാസ് ടേക്കൺ ടു ദ സ്റ്റേറ്റ്സ്. അപ്പോൾ സംസ്ഥാനങ്ങളിലേക്ക് BJPയുടെ സ്ട്രെങ്ത് എവിടെയാണ്? കേന്ദ്രീകൃതമായ ഫൈറ്റ് ഉള്ളപ്പോഴാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കക്ഷി BJP തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അപ്പം ആ BJPയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ദേശീയ വിഷയങ്ങൾ ആളിക്കത്തിക്കുക, മോദി എന്ന ബ്രാൻഡിനെ ദേശീയ തലത്തിൽ കാട്ടുക, മോദിയുടെ ഗ്യാരണ്ടി ദേശീയ തലത്തിൽ സംസാരിക്കുക, വികസന വിഷയങ്ങളോടൊപ്പം തന്നെ അന്താരാഷ്ട്ര വിഷയങ്ങളും ചർച്ചയിൽ കൊണ്ടുവരിക, ചൈന, പാകിസ്ഥാൻ, ദേശീയത, ഇതെല്ലാം കൊണ്ടുവരിക. അതേസമയം സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള തൊഴിലില്ലായ്മ,
അല്ലെങ്കിൽ നാണ്യപ്പെരുപ്പം വിലക്കയറ്റം ഇതെല്ലാം ഇത് തന്നെ സംസ്ഥാന രാഷ്ട്രീയം ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഈ ഉദ്ധവ് താക്കറേക്ക് ഉണ്ടായ ആ ഒരു ബുദ്ധിമുട്ട് അല്ലേ, അതൊക്കെ ഒരു സഹതാപ തരംഗത്തിന്റെ കാര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ പറ്റുന്നു എന്ന രീതിയിലുള്ള നിരീക്ഷണമാണ് വന്നത്. ശ്രീ PR ശിവശങ്കർ, അതായിരുന്നു അവിടെ ഈ 4ാം ഘട്ടമൊക്കെ മുതലുള്ള വ്യത്യാസം. ഓരോ സ്റ്റേറ്റുകളിലേക്ക് ഫൈറ്റുകൾ ഒതുങ്ങി വന്നപ്പോൾ അവിടെ ഇന്ത്യ സഖ്യത്തിന് മേൽക്കൈ കിട്ടാൻ പോകുന്നു എന്ന രീതിയിലുള്ള പ്രചാരണം ആ സമയത്ത് വന്നു. പക്ഷേ എക്സിറ്റ് പോളുകൾ വന്നപ്പോൾ ആ തുടക്ക സമയത്തുള്ള ട്രെൻഡിലേക്ക് കാര്യങ്ങൾ പോയി. പക്ഷേ അതേ സമയത്ത് തന്നെ സംസ്ഥാനങ്ങളിൽ ചില സംസ്ഥാനങ്ങളിലെങ്കിലും തിരിച്ചടി ഉണ്ടാകുമെന്നും ആ എക്സിറ്റ് പോളുകൾ പറയുന്നുണ്ട്. ഞാൻ മഞ്ജുഷിന്റെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് പൊതുവെ കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത് പോലെ ശ്രീ നിജേഷും കോൺഗ്രസിന്റെ വക്താവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളുടെ വാർത്ത കേൾക്കുന്നവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു. അത് ഞാൻ തിരുത്തുവാൻ ശ്രമിക്കുന്നു. 3 കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം ആദ്യം പറഞ്ഞത് നരേന്ദ്രമോദി ജയിച്ച അല്ലെങ്കിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന മണ്ഡലത്തിൽ വളരെ മോശമാണ് അവിടുത്തെ ജീവിത നിലവാരം, അവിടെ വികസനമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അതിന് ഉത്തരം പറയണം, അതുകൊണ്ട് നരേന്ദ്രമോദി തോക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നേതാക്കൾ എത്രയോ വർഷങ്ങളായി മത്സരിച്ച റായ്ബറേലിയിലും അതേപോലെ തന്നെ അമേത്തിയിലും എന്ത് വികസനമാണ് അവർ കൊണ്ടുവന്നിരുന്നത്, എങ്ങനെയാണ് അവർ ജയിച്ചിരുന്നത്? ഇപ്പോൾ അവിടെ ശ്രീമതി സ്മൃതി ഇറാനിയും അല്ലെങ്കിൽ ഇപ്പോൾ റായ്ബറേലിയിലെ വികസനവും നോക്കൂ, എത്രയോ വർഷം അവർ ഭരിച്ചിരുന്നതാണ്. ഇനി ഒന്നും വേണ്ട, അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്താണല്ലോ പിണറായി വിജയൻ മത്സരിച്ച് നിരന്തരം ജയിക്കുന്ന ധർമ്മടം, അവിടെ എങ്ങനെ പിണറായി വിജയൻ മത്സരിക്കുന്നത്? അപ്പോൾ വികസനവുമായി എല്ലാം കൂട്ടിക്കെട്ടരുത് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയല്ല തിരഞ്ഞെടുപ്പിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുക. 2, അദ്ദേഹം പറഞ്ഞ അടുത്ത കാര്യം കോൺഗ്രസിൽ യുവ നേതാക്കൾ വരുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞ വലിയൊരു കാര്യം. ഉള്ള നേതാക്കൾ മുഴുവൻ BJPയിലേക്ക് പിന്നെ യുവ നേതാക്കൾ വരികയേ നിവർത്തിയുള്ളൂ. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടെ പറയുന്നു, BJPയിൽ സംസ്ഥാനത്തിൽ നേതാക്കളില്ല, മുന്നോട്ട് നയിക്കാൻ അമിത്ഷയും നരേന്ദ്രമോദിയും മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. അദ്ദേഹം UPയിലെ യോഗിയെ മറന്നു, അണ്ണാമലയെ മറന്നു, അതുപോലെ തന്നെ ഹേമന്ത് ബിശ്വാസിനെ മറന്നു. അതുപോലെ തന്നെയുള്ള ധാരാളം നേതാക്കൾ സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. കർണാടകയിലെ യെദ്യൂരപ്പയുടെ മകൻ വരുന്നു, ധാരാളം ആളുകൾ യുവ നേതാക്കൾ അദ്ദേഹത്തിന്റെ കൂടെ പോകുന്നു. അത്തരത്തിലുള്ള നേതാക്കളെ അദ്ദേഹം മറക്കുന്നു എന്നതും ഞാൻ സംശയിക്കുന്നു. അദ്ദേഹത്തിന് തെറ്റിദ്ധരിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നിട്ടായിരിക്കാം. അടുത്തത് നോക്കൂ, അദ്ദേഹം ഏറ്റവും അവസാനം പറഞ്ഞത് ഈ കേരളത്തിലെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോളുകൾ ഒരിക്കലും ഈ പറയുന്ന കോൺഗ്രസിനോ UDFനോ നേട്ടം പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ കണക്കെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യ TV CNX സർവേ 15 സീറ്റല്ലേ പറഞ്ഞേ, ചാണക്യ ന്യൂസ് 24 16 സീറ്റ് പറഞ്ഞു, ഇന്ത്യ ടുഡേ ആക്സസ് 16 സീറ്റ് പറഞ്ഞു, റിപ്പബ്ലിക് ചാനലും പറഞ്ഞു 15 സീറ്റ് പ്ലസ് പറഞ്ഞു, റിപ്പബ്ലിക് ചാനൽ ഇൻഫോസിസ്, റിപ്പബ്ലിക് ചാനൽ സി വോട്ടർ പറഞ്ഞു 15 പ്ലസ്. അപ്പൊ എല്ലാവരും 15 പ്ലസ് വോട്ട് പറഞ്ഞു. CPMനാകെ 2, 3 ഒക്കെ പറഞ്ഞിരുന്നത്, മറ്റതല്ല സാധ്യതകളാ പറഞ്ഞിരുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണയും എക്സിറ്റ് പോളുകൾ കേരളത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസിന് വളരെ ശക്തമായി, ചെറിയ സീറ്റൊന്നിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ, 1, 2 സീറ്റിന്റെ വ്യത്യാസമൊക്കെ പലരും പറഞ്ഞതിലുള്ളൂ. അപ്പോൾ ഇത്രയും ശക്തമായി പറഞ്ഞിട്ടും ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളത് തിരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് വരെ കാണിക്കാവുന്ന ഒരു ആത്മശക്തി മാത്രമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ ജനങ്ങൾ തെറ്റിദ്ധരിക്കില്ല എന്നുള്ളതാണ്, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ. അവർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, ഞാൻ പറയുന്നേക്കാൾ നന്നായിട്ട് അവർക്ക് കാര്യങ്ങൾ അറിയാം, ഇതിന്റെ ഡീറ്റെയിൽ അറിയാം. ഇനി മഞ്ജുഷ ചോദിച്ച കാര്യം, ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ രീതിയുണ്ട്, അത്തരത്തിലുള്ള ഭരണകാര്യങ്ങളുണ്ട്. പക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഇന്ന് പഠിക്കുന്നതോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലല്ല BJP കഴിഞ്ഞ ഒരു 10 വർഷമായി പ്രവർത്തിക്കുന്നതും രീതിക്കുന്നതും. എല്ലാം എനിക്കത് പറയാൻ പറ്റില്ല. പക്ഷേ തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഒരുപക്ഷെ എതിരാളികൾക്കോ മാധ്യമങ്ങൾക്കോ കണക്കാക്കാൻ പറ്റാവുന്നതിലപ്പുറം ഈ ജനങ്ങളുടെ ട്രെൻഡ് മനസ്സിലാക്കുവാനും അത് വോട്ടാക്കി മാറ്റുവാനും അത്തരം വോട്ടുകളെ തിരഞ്ഞെടുപ്പിൽ എങ്ങനെ ഉപയോഗിക്കണമെന്നും തീർച്ചയായും BJPയുടെ പ്രവർത്തകർ മനസ്സിലാക്കിയിരിക്കുന്നു. BJP ഹാവ് ബീൻ അപ്ഗ്രേഡഡ്. അല്ലെങ്കിൽ 2004 നിന്നെല്ലാം BJP തിരഞ്ഞെടുപ്പിലെ ഞങ്ങളുടെ തോൽവിയിൽ നിന്ന്, ഞങ്ങൾക്ക് പറ്റിയ തെറ്റുകളിൽ നിന്ന് ഞങ്ങൾ പഠിച്ചിരിക്കുന്നു. ജനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതെന്നും എതിരാളികളെ എങ്ങനെയാണ് നേരിടേണ്ടതും അവരുടെ കുപ്രചരണങ്ങൾ വീഴാതെ ജനങ്ങളോട് എങ്ങനെയാണ് സംവദിക്കേണ്ടതെന്നും BJP മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് BJPയുടെ ഓരോ പ്രവർത്തനങ്ങളും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിനെ വിജയിക്കുവാൻ സജ്ജമായി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ 24/7 BJP ഇലക്ഷൻ ക്യാമ്പയിൻ എന്ന് 365 days
കേസ് എന്ന് ഞാൻ നേരത്തെ ഇതിൽ പറഞ്ഞത്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ മാത്രമല്ല, ഒരുപക്ഷെ ജനങ്ങളുടെ വികസനം പോലും അതുകൊണ്ടാണ് ഇത്രയേറെ നല്ല ചർച്ചയായി കേന്ദ്രത്തിൽ ഓരോ തിരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് വെക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് മോഹൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേക തരംഗമില്ല എങ്കിൽ പോലും BJPക്ക് ഇത്രയും വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സീറ്റ് കിട്ടും എന്ന് ഞങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ജനങ്ങളുടെ മുന്നിൽ വെച്ചതും തിരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും ഞങ്ങൾക്ക് ഇത്ര സീറ്റ് കിട്ടി എന്ന് പറഞ്ഞതും. ശിവശങ്കർ, ഒരു കാര്യം കൂടി, ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത് വന്നതാണ്, പക്ഷെ അവിടെ പിന്നീട് ആ ദേശീയ തലത്തിലേക്ക് പോയി. കേരളത്തിൽ ഒരു സീറ്റെങ്കിലും BJPക്ക് കിട്ടും എന്നുള്ളതാണല്ലോ. അത് ഇപ്പോൾ ശ്രദ്ധ പോകുന്നത് തൃശ്ശൂരിലേക്കാണ് കൂടുതലായിട്ട്. 2 സീറ്റ് വരികയാണെങ്കിൽ തൃശ്ശൂരും തിരുവനന്തപുരവുമാണ്. ചില സർവേകൾ, ഇപ്പോൾ ഞങ്ങളുടെ എക്സിറ്റ് പോളിൽ പറയുന്നത് 1 മുതൽ 3 വരെ സീറ്റ് കിട്ടിയേക്കാം എന്നുള്ളതാണ്. പ്രൊജക്ഷനാണത്, ഒരു സീറ്റ് എങ്കിലും എന്നുള്ളതാണത്. 3 വരെ കിട്ടിയേക്കാം എന്നുള്ളതാണ്. ആറ്റിങ്ങലിലേക്കാണ് ആ ഒരു കാര്യം പോകുന്നത്. പക്ഷേ ഒരു സാധ്യമായ കാര്യം അല്ല എന്നുള്ളത് ഇപ്പോൾ തന്നെ അറിയാവുന്നതാണല്ലോ. ഒരു ഫൈറ്റ് ഉണ്ടാകും, പക്ഷേ അതിലേക്ക് വരെ എത്താൻ പറ്റില്ല. 1 എന്നുള്ളത് ഓക്കെ, അതിൻ്റെ സാധ്യത കണക്കാക്കുമ്പോൾ ശരി, അങ്ങനെയല്ലേ പറ്റുകയുള്ളൂ. താങ്കൾ അതിനപ്പുറം ചിന്തിക്കുന്നുണ്ടോ? അതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വിമർശനം LDFിൻ്റെയും UDFിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാവുകയും അവരതിൽ ഒറ്റക്കെട്ടായി നിൽക്കുകയും ചെയ്തത് 0 മുരളീധരൻ ഒന്നുകൂടി കടത്തിപ്പറയുകയും ചെയ്തുവല്ലോ. കെ മുരളീധരൻ്റെ വാക്കുകളുണ്ട് ഇതേക്കുറിച്ച്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി ഒന്ന് കേട്ടിട്ട് വരാം. ഒരു കാര്യം ഉറപ്പാണ്, കോഴിമുട്ടയുടെ ആകൃതിയിലായിരിക്കും BJPക്ക് കേരളത്തിൽ ഉണ്ടാകുന്നത്. വട്ടപൂജ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഒരു സംശയം അക്കാര്യത്തിലില്ല. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്ന പ്രശ്നമില്ല. ഇന്ത്യയിൽ എന്ത് തന്നെ ഭാവിയിൽ സംഭവിച്ചാലും നരേന്ദ്രമോദിക്കും BJPക്കും കേരളത്തിൽ കാലുകുത്താൻ കഴിയില്ല. അക്കാര്യം 101% കാര്യം. ശ്രീ PR ശിവശങ്കർ, കെ മുരളീധരൻ അദ്ദേഹം ജയിക്കുന്നതിനെ കുറിച്ചല്ല കൂടുതലും വാചാലനാവുന്നത്, BJP ജയിക്കില്ല എന്നുള്ളതാണ്. ശിവശങ്കർ, താങ്കളുടെ മറുപടിക്ക് ശേഷം എനിക്ക് നിജേഷിലേക്ക് പോകണം. ഈ കെ മുരളീധരന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം, ഹീസ് ബേസിക്കലി എ ഡിസ്ട്രോയർ. എവിടെയെങ്കിലും എന്തെങ്കിലും തകർക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ കോഴിമുട്ട പ്രയോഗമൊക്കെ അദ്ദേഹത്തിന്റെ ഒരു നിലവാരത്തിന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി. തിരഞ്ഞെടുപ്പിന് അങ്ങനെയല്ലല്ലോ. മുരളീധരന്റെ ഒരു രീതിയിൽ നിന്നല്ലല്ലോ കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ആറ്റിങ്ങലിലെ ശ്രീ വി മുരളീധരൻ കഴിഞ്ഞ എത്രയോ വർഷമായി കൃത്യമായി തിരഞ്ഞെടുപ്പ് ചിട്ടയായ പരിപാടികൾ അവിടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെയും നേട്ടമുണ്ടായാൽ അത്ഭുതപ്പെടാനില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ എന്തുകൊണ്ടും അവിടെ ശശി തരൂരിന് പറ്റിയ എതിരാളിയായിരുന്നു. മറ്റൊരു കാര്യവും കൂടി, ശശി തരൂരിന്റെ പല തീരുമാനങ്ങളും പല കമന്റുകളും BJPക്ക് അനുകൂലമായിരുന്നു. ഇപ്പൊ ശശി തരൂരിന്റെ ഒരു പ്രധാനപ്പെട്ട കമന്റ് ഉണ്ടല്ലോ, അദ്ദേഹം അറബ് രാജ്യങ്ങളിലെ BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ അനുകൂലിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവന, അതല്ലെങ്കിൽ നരേന്ദ്രമോദി ആണ് അടുത്ത പ്രധാനമന്ത്രി, ഹൂ എൽസ് ദാറ്റ് ഇസ് നരേന്ദ്രമോദി ദ നെക്സ്റ്റ് പ്രൈം മിനിസ്റ്റർ എന്ന് അദ്ദേഹം പറഞ്ഞത് എല്ലാം കോൺഗ്രസുകാരുടെ ഇടയിൽ തന്നെ ശക്തമായ ഒരു ശശി തരൂർ വിരോധം വരുത്തുവാൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരും. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ പോലെ ശക്തമായി ഈ സംസ്ഥാനത്തിനെയും ആ മണ്ഡലത്തെയും പിന്തുണയ്ക്കുവാനും വളർത്തിയെടുക്കുവാനും വികസനത്തിന് സാധിക്കുന്ന ഒരു നേതാവിനെ വേണമെന്ന് ഒരുപക്ഷെ തീർച്ചയായും തിരുവനന്തപുരത്തെ നല്ലവരായ ജനങ്ങൾ വിശ്വസിച്ച് കാണും. പിന്നെ ശ്രീ സുരേഷ് ഗോപിയുടെ കാര്യം, ഒരുപക്ഷെ കഴിഞ്ഞ MP കൂടുതൽ ആ മണ്ഡലത്തെ സെർവ് ചെയ്ത നേഴ്സ് ചെയ്ത ഏക MP ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഇത്തരം ഒരു മണ്ഡലത്തിലെ സെർവ് ചെയ്ത നേഴ്സ് ചെയ്ത MP അല്ലെങ്കിൽ സ്ഥാനാർത്ഥി തോറ്റിട്ടും അവിടെ നിന്ന് ചെയ്ത ഏതെങ്കിലും ഒരാളുണ്ടാവുമോ? സാമാന്യ ബുദ്ധിയുള്ള ആരാണ് തൃശ്ശൂര് അവിടെ ശ്രീ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാത്തത്? അപ്പോൾ ഒരു സംശയവുമില്ല, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പ് മണ്ഡലമായി തൃശ്ശൂർ മാറുന്നു. അവിടെ സുരേഷ് ഗോപിക്ക് ഒരു മേൽക്കൈ കിട്ടുന്നു. ഞാനവിടെ വിശ്വസിക്കുന്നത് സ്ത്രീകളുടെ വോട്ട് ഒരു 50% കൂടുതൽ തീർച്ചയായും സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ശക്തമായ പ്രതികരണമുണ്ടായിരുന്നു. ഞാൻ അവിടെ ദിവസങ്ങളോളം പ്രവർത്തിച്ചാലാണ്. പ്രത്യേകിച്ച് അവിടെ കരുവന്നൂർ ഭാഗത്ത് കരുവന്നൂർ ബാങ്ക്, ആ ബാങ്കിന്റെ തകർച്ച, അത് CPM കാണിച്ച വലിയ ഒരു ജനങ്ങൾക്കുള്ള രോഷം, അത് തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്ലോക്ക് വോട്ട് അത് ശശി തരൂരിന് ശ്രീ സുരേഷ് ഗോപിക്ക് അനുകൂലമായി വന്നിട്ടുണ്ട്. പല വോട്ടുകളും CPMന്റെ അവിടെ ഫ്രീസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് പ്രതാപൻ പരസ്യമായി ശ്രീ മുരളീധരനെ ഉമ്മയൊക്കെ വെച്ചാലും രഹസ്യമായി അദ്ദേഹം പലർക്കും വോട്ട് വിറ്റിട്ടുണ്ട്. ഒരു സംശയവുമില്ല. അത് തിരഞ്ഞെടുപ്പിന്റെ അവസാന കാലഘട്ടത്തിൽ ആ എണ്ണം ഓരോ ബൂത്ത് വരുമ്പോൾ ശ്രീ പ്രതാപൻ
ഉമ്മ വെച്ച് ഒരാളെ കൊന്നു എന്നുള്ളത് ചരിത്രത്തിൽ വരും. ആ ദേഷ്യമാണ് ശ്രീ കരുണാകരന്റെ മകൻ ഇത്തരത്തിലുള്ള കോഴിമുട്ട ചരിത്രമായി ശരി, ശ്രീ നിജേഷ് അരവിന്ദ്, ഈ കോഴിമുട്ട കൂടി പോയി എന്ന് തോന്നുന്നു കേട്ടോ. അദ്ദേഹത്തിന്റെ കോഴിമുട്ട കൂടി പോയി, അത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ താൻ ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണോ തൃശ്ശൂരിൽ കെ മുരളീധരന്? അതാണോ ഇത്തരത്തിലുള്ള കോഴിമുട്ട അദ്ദേഹത്തിന്റെ പ്രയോഗങ്ങൾ? മാനസിക പ്രശ്നമാണെന്ന് ഞാൻ അല്ല, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ശരി നിജേഷ്. അതെ, കോഴിമുട്ട പ്രയോഗമാണ് ഇപ്പൊ കോൺഗ്രസിന് വല്ല അത്യാവശ്യമുള്ളത്. ചിലടത്ത് മൃഗബലി, ചിലടത്ത് കോഴിമുട്ട. ഏതായാലും കാര്യങ്ങൾ നടക്കട്ടെ, നമുക്കറിയാമല്ലോ തെരഞ്ഞെടുപ്പ് വരുമ്പോ. അല്ല, വല്ലാതെ ശിവശങ്കർ ശ്രീ വൈകാരികമാവല്ലേ, അതുമാത്രമൊന്നുമില്ല, വട്ടപൂജ്യമായിരിക്കും എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞു കൊണ്ടുവന്ന ഒരു BJP സംഘടനാ സംവിധാനവും ഞങ്ങൾ ഫീൽഡിൽ പോയപ്പോൾ കണ്ടിട്ടില്ല. ഞാൻ കോഴിക്കോട് നിയോജകമണ്ഡലത്തിൽ നിരന്തരമായിക്കൊണ്ട് മുഴുവൻ ദിവസവും ഫീൽഡിൽ പോയ ആളാണ്. ഒരു സ്ഥലത്തും നിങ്ങൾ ഈ പറഞ്ഞ BJPയുടെ സംഘടനാ സംവിധാനത്തെ കോഴിക്കോട്ട് കണ്ടിട്ടില്ല, പ്രചരണത്തിൽ കണ്ടിട്ടില്ല. നിങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ 6 മണി വരെ കോഴിക്കോട് നിയോജക മണ്ഡലത്തിൽ നിങ്ങൾക്ക് മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ പറഞ്ഞതിന്റെ ഒരു സാമ്പിൾ ഞാൻ എടുത്തുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ വലിയ വായിൽ പറയുന്ന തരത്തിലുള്ള BJP ഒന്നും മിസ്റ്റർ ശിവശങ്കർ ഇപ്പം നിലവിലില്ല. പ്രതിപക്ഷത്ത് പോയിട്ട് ഒരു സമരം പോലും നിങ്ങൾ ചെയ്തതായിട്ട്, പിണറായി വിജയനെതിരെ ഒരു സമരം പോലും ചെയ്തതായിട്ട് അറിവില്ല. എവിടെയും സെറ്റിൽ ചെയ്യുക, കോംപ്രമൈസ് ചെയ്യാന്നുള്ളതിന്റെ അപ്പുറത്തുള്ള ഒരു BJP ഒന്നുമില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ 2-3 BJPക്കെതിരെ കേരളത്തിൽ BJPയെ കാലുകുത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് ഒരു മതേതര ചിന്തയാണ്, ഒരു മതനിരപേക്ഷ ചിന്തയാണ്. ആ മതനിരപേക്ഷ ചിന്ത ഉള്ള ആളുകൾ BJPക്ക് വോട്ട് ചെയ്യില്ല എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല. അത് ചാനലുകൾ 1 മുതൽ 3 വരെ പറഞ്ഞാൽ 2 അക്കം കടക്കുമെന്ന് പറഞ്ഞ ചാനൽ മഞ്ജുഷനെ അറിയാലോ. BJPക്ക് 10 അല്ല, BJPയുടെ നേതാക്കന്മാർ 2 അക്കം കടക്കുമെന്ന് പറഞ്ഞു. ചില പഴയ പ്രീപോൾ BJPക്ക് സീറ്റ് പറഞ്ഞു. അപ്പൊ അതിനെപ്പറ്റിയൊന്നും ഞങ്ങൾക്ക് യാതൊരുവിധ ആശങ്കയുമില്ല. കേരളത്തിലെ 20 സീറ്റുകളും നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിക്കൊണ്ട് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഏകദേശം 20 സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണിക്ക്, കോൺഗ്രസിന് അനുകൂലമായി തന്നെയാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞ മോഹൻ സാർ പറഞ്ഞതിൽ എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഞങ്ങൾ കേരളത്തിലേത് കഴിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലല്ല. ഞങ്ങൾ എക്സിറ്റ് പോളിനോട് എടുത്ത പൊതു സമീപനമാണ്. കേരളത്തിൽ എക്സിറ്റ് പോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, തീരുമാനിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എക്സിറ്റ് പോളിന്റെ ആവശ്യമില്ല. അല്ല, അത് കഴിഞ്ഞ് അമിത്ഷാ പറഞ്ഞു പേടിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾ എക്സിറ്റ് പോളിനോട് പ്രതികരിക്കാൻ അതല്ലേ ഞങ്ങൾ പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞു. ഇന്ത്യ മുന്നണി യോഗം ചേർന്ന സമയത്ത് അവിടെ വെച്ച് പറഞ്ഞു, എക്സിറ്റ് പോളുകളുടെ പൊള്ളത്തരത്തെ തുറന്നു കാണിക്കാൻ വേണ്ടി നമ്മൾക്ക് ചർച്ചയ്ക്ക് പോകാം, ഇല്ലെങ്കിൽ പറയും നമ്മൾ പേടിച്ചോടി എന്ന് പറയും. നമ്മുടെ പ്രവർത്തകർക്ക് ആത്മവിശ്വാസക്കുറവുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വന്നു. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഇതിലൊരു എക്സിറ്റ് പോൾ ചർച്ചകൾക്ക് ഞങ്ങളൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് മുതൽ 7ാം ഘട്ട തെരഞ്ഞെടുപ്പ് വരെ നിരന്തരമായി വിശകലനം ചെയ്ത ആളുകൾ, ഫീൽഡിൽ പോയി വിശകലനം ചെയ്ത ആളുകൾ, നരേന്ദ്രമോദിയുടെ, നേരത്തെ ശ്രീ ശിവശങ്കർ ഞാൻ പറഞ്ഞത്, വാരാണസിയിലെ നരേന്ദ്രമോദിയുടെ ദത്തെടുത്ത ഗ്രാമത്തിനകത്ത് പോലും സൗകര്യങ്ങളില്ല എന്നുള്ളത് ഒരു അടയാളമാണ്, ഒരു സിമ്പലാണ് എന്നാണ് പറയുന്നത്. അനുസരിച്ചാണ് ജനങ്ങൾ വോട്ട് ചെയ്യുക. ജനങ്ങളുടെ വിഷയം രാമക്ഷേത്രം എവിടെയെങ്കിലും ചർച്ച ചെയ്യപ്പെട്ടോ? ജനങ്ങൾക്ക് അടിസ്ഥാന പ്രശ്നം അത് തൊഴിലില്ലായ്മയാണ്, അത് വിലക്കയറ്റമാണ്. ഈ ചർച്ച ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങൾ, നേരത്തെ കർണാടകയിലും തെലങ്കാനയിലും നടപ്പിലാക്കിയ വാഗ്ദാനങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു എന്ന ഉറച്ച ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആ ആത്മവിശ്വാസത്തിന്റെ ബലത്തിലാണ് ഞങ്ങൾ ഇത്തവണ അധികാരത്തിലേക്ക് വരും എന്ന് പറയുന്നത്. ആ ആത്മവിശ്വാസം തന്നെയാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിന് സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിൽ പിണറായി വിജയൻ കൊണ്ടുവന്ന അജണ്ടയെ ജനങ്ങൾ തിരസ്കരിച്ചു എന്നുള്ളതിലാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ അദ്ദേഹത്തിന്റെ പരാമർശം, ഒരു MLA കൊണ്ട് വളരെ മോശകരമായി നടത്തിയ പരാമർശം, ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യും. സ്വാഭാവികമായിട്ട് അതിന്റെ തിരിച്ചടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായി എന്ന് മാത്രമേ ഞങ്ങൾ കരുതുള്ളൂ. കേരളത്തിലെ ജീവസന്ധാരണ പ്രശ്നങ്ങളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി നടത്തിയ നിരന്തരമായ 1ാം ജോഡോ യാത്രയും 2ാം ജോഡോ യാത്രയും നടത്തിയ നിരന്തരമായ കേരളത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അത് ശരിയാണ്, ആ രീതിയിൽ തന്നെയാണ്. പക്ഷേ ഈ ദേശീയ തലത്തിലെ കാര്യത്തിലാണ്. എന്താണ് ശ്രീ പി എസ് ശിവശങ്കർ താങ്കളുടെ മറുപടിയോടുകൂടി അവസാനിപ്പിക്കാം. മഞ്ജുഷ ഒരു മിനിറ്റ്.
മഞ്ജുഷ, ഇതിലെ ഒരു കാര്യം കൂടി ഉണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് ഈ കോൺഗ്രസും CPM ആയിട്ടുള്ള സഖ്യം അത് മറ്റുള്ള സംസ്ഥാനത്തിലായാലും പൂർണ്ണമായിട്ട് യോജിച്ചിട്ടില്ല. എനിക്കറിയാവുന്ന ധാരാളം കോൺഗ്രസുകാർ ഇത്തവണ CPM ആയിട്ടുള്ള യോജിക്കുന്നതിനെതിരായിരുന്നു, CPM-കാർ തിരിച്ചും. അതുകൊണ്ട് എത്രത്തോളം ആ വോട്ടുകൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നിരന്തരമായി കോൺഗ്രസിന് കിട്ടുന്ന വോട്ടുകൾ എത്രത്തോളം കിട്ടിയെന്നുള്ളതിന് ഒരു തർക്കമുണ്ട്. രണ്ട്, ഇവിടെ നിങ്ങൾ മഞ്ജുഷ് അടക്കമുള്ള മാധ്യമപ്രവർത്തകർ നിരന്തരം പറയുന്ന മതനിരപേക്ഷ ശക്തികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് BJP-യെ കേരളത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നൊക്കെ അങ്ങ് തള്ളി മറിക്കുമ്പോൾ എപ്പോഴെങ്കിലും ചോദിക്കേണ്ട ഇവരോട്, അതേ SDPI-യും BDP-യും INL-ഉം IMU-ലും അടക്കമുള്ള സംഘടനകളെ കൂട്ടിപ്പിടിച്ചിട്ടാണ് ഇന്ത്യ സഖ്യം പറയുന്നത്. ഞങ്ങൾ മതേതര സഖ്യമാണ്, ഞങ്ങൾ ഈ സഖ്യത്തെ കൊണ്ട് BJP എന്ന വർഗീയ സംഘടനകളെ കേരളത്തിലേക്ക് കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് തള്ളി മറിക്കുമ്പോൾ സാധാരണ ജനങ്ങൾ, നികേഷ്, എന്റെ കോൺഗ്രസ് നേതാക്കളെ ഓർക്കില്ലേ? നിങ്ങൾ എന്താണ് ഈ പറയണത്? ഒരു അല്പം മാന്യത വേണ്ടേ? ഒരു ചെറുപ്പക്കാരനല്ലേ നിങ്ങൾ? ഇത്തരത്തിലുള്ള കാര്യം പറയുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ളവർ എന്ത് പ്രവർത്തനമാണ് ചെയ്യുന്നത്? അവരെയൊക്കെ അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി അതിനേക്കാൾ വലുതാണ്. നിങ്ങൾ അവിടെ ഇടയ്ക്കിപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ അവസാനത്തെ പൊതുയോഗങ്ങളിൽ നിരന്തരം ഗതയുമായിട്ട് പ്രകടനം നടത്തുന്നു, പരസ്യമായി അവിടെ ജയ് ബജറംഗദളി വിളിച്ചുകൊണ്ട് കാര്യമായ പ്രകടനങ്ങൾ നടത്തുന്നു. അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഇവിടെ പലതരത്തിലുള്ള മറ്റു മുദ്രാവാക്യങ്ങളും കൊടികളും പിടിച്ചുകൊണ്ട് പ്രകടനം നടത്തുന്നതിൽ അവരുടെ മുന്നണിയുടെ ആളുകളെ കാണുകയില്ല. എന്നിട്ട് BJP മാത്രം വർഗീയ ശക്തികൾ എന്ന് പറയുമ്പോൾ ആലോചനാ ശക്തി അവസാനിപ്പിക്കുകയാണ്. നന്ദി ശ്രീ PR ശിവശങ്കർ, ശ്രീ മോഹൻ വർഗീസ്, ശ്രീ നിജേഷ് അരവിന്ദ് പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന്. എന്തായാലും ഇനി 1.5 ദിവസത്തെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ എന്തായിരിക്കും ജനവിധി എന്നറിയാൻ. അതിനിടെയാണ് എക്സിറ്റ് പോളുകൾ ചർച്ചയാവുന്നത്. കേരളത്തിൽ പ്രത്യേകിച്ച് UDF വലിയ മേൽക്കൈ നേടുമെന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങൾക്കിടെയാണ് BJP അക്കൗണ്ട് തുറക്കും എന്നുള്ള എക്സിറ്റ് പോളും. അതിനാൽ ഈ ചർച്ചയും സജീവമാവുകയാണ്. ഈ ചർച്ച നാളെയും തുടരും. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമോ എന്നായിരുന്നു പ്രൈം ഡിബേറ്റിലെ ചോദ്യം. തുറക്കുമെന്ന് 57% പ്രേക്ഷകർ, തുറക്കില്ലെന്ന് 40%, നിഷ്പക്ഷം 3%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.